അപ്പോൾ നമുക്ക് തുടരാം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നൊരു സാധനം ഈ ഇസ്ലാമിൻ്റെ ഷിർക്ക്, തൗഹീദ് അടക്കമുള്ള എല്ലാ സാധനങ്ങളും മാറ്റി പറയുകയാണ്. ഐ മീൻ കൺവെൻഷനലായി നമ്മളൊക്കെ കേട്ട, എനിക്കൊക്കെ അറിയുന്ന ഒരു ഇസ്ലാമിയ അല്ല നിങ്ങൾ പറയുന്നത്. നിങ്ങളൊരു പുതിയ മതമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഐ മീൻ ഇസ്ലാമിൻ്റെ പരിമിതമായ അറിവിൻ്റെ സാധനമായിരിക്കും. അപ്പോൾ ഇനി നിങ്ങൾ എന്താണ് നിങ്ങളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിലെനിക്ക് ഹാപ്പിയാണ്, വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. എന്താണ് അല്ല, അതിലൊരു കാര്യം കൂടി എനിക്ക് പിന്നെ പറയേണ്ടതുണ്ട്. റൂമി പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തൗഹീദ് തൗഹീദ് എന്ന് പറയുന്നുണ്ടല്ലോ. തൗഹീദ് എന്ന വാക്കിൻ്റെ അർത്ഥം, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ് നിങ്ങൾ ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ പ്ലാൻ? ഇത് പിന്നെ എനിക്ക് തോന്നുന്നത് മുസ്ലിം സമൂഹം മൊത്തം നമ്മുടെ ഈ കാഴ്ചപ്പാടിലേക്ക് വരും, ഉൾക്കൊള്ളും. അത് ഉൾക്കൊള്ളുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ആയിരിക്കില്ല, പക്ഷേ ക്രമത്തിൽ അത് വരും. അങ്ങനെ വരാതെ തരമില്ല. കാരണം കാലം മാറുകയാണ്, ലോകം മാറുകയാണ്, മനുഷ്യൻ്റെ ചിന്താശേഷി മാറുകയാണ്. പുതിയ തലമുറ, പ്രത്യേകിച്ച് ജെൻസി പോലുള്ള പുതിയ തലമുറകളൊക്കെ ഈ വർഗീയതയുടെയും വിഭാഗീയതയുടെയും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പിന്നാലെ ഒന്നും പോകില്ല. അവരൊക്കെ ഈ ഒരു ഉൾക്കൊള്ളലിൻ്റെ ഒരു ഇൻക്ലൂസിവിറ്റി എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെ ഒരു ഇൻക്ലൂസീവായിട്ടുള്ള ഇസ്ലാമിനെയാണ് പരിചയപ്പെടുത്തുന്നത്. മതത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ അതിനെ റിഫോം ചെയ്യാൻ കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഭാവിയുടെ പ്രത്യയശാസ്ത്രമാണ്. എന്നാണ് ഇപ്പോൾ നിങ്ങൾ? തീർച്ചയായിട്ടും ഇത് ഭാവിയുടെ പ്രത്യയശാസ്ത്രമാണ്. ഇത് ആളുകൾ സ്വീകരിക്കുകയും ഇപ്പോൾ ലിബറേഷൻ തിയോളജി ഓഫ് ഇസ്ലാം എന്നൊക്കെ പറയുന്ന പോലെ എന്തെങ്കിലും നിങ്ങൾക്ക് പേരുണ്ടോ? ഇതൊരു നവോത്ഥാനമാണോ? ഇത് ലിബറേഷൻ അല്ല. ആ വാക്കുകളിലൊക്കെ ശരിക്കും ഒരു നമ്മൾ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെ മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോകുന്ന ചില സൂചനകളുണ്ട്. ശരിക്കും ലിബറേഷൻ അല്ല, നമ്മൾ റിഫോർമേഷനാണ്. നവോത്ഥാനമാണ്. നവോത്ഥാനം എന്നൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ ഈ മുജാഹിദുകളൊക്കെ പറഞ്ഞിട്ട് അതിന് അതെ അതെ ശരിക്കും എന്താണ് ഹിന്ദു മതത്തിൽ ശ്രീനാരായണ ഗുരു ചെയ്തത്? അതാണ് ഇസ്ലാമിൽ. അതാണ് പിന്നെ ആ ഇസ്ലാമിൽ ഇത് ഞാൻ മാത്രം ചെയ്യുന്നു എന്ന് എനിക്ക് അഭിപ്രായമില്ല. കാരണം ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ഇപ്പോൾ ലോകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ സിയാവുദ്ദീൻ സർദാർ പിന്നെ പാശ്ചാത്യ നാടുകളിൽ ഇരുന്നു കൊണ്ട് ചെയ്യുന്നത്, താരിഖ് റമദാൻ മറ്റൊരർത്ഥത്തിൽ ചെയ്യുന്നത്, ഹുസൈൻ നസർ അതിന് മറ്റൊരു മാനത്തിൽ ചെയ്യുന്നത്, ആമിന വദൂദും ഫാത്തിമ മർനിസിയും ചെയ്യുന്നത്, പിന്നെ നമ്മുടെ ഇന്ത്യയിൽ അലി അസ്ഗർ എഞ്ചിനീയർ ചെയ്തത്, പിന്നെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാനിൽ പിന്നെ GA പർവേസ് ചെയ്തത്, ഇങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇരുന്നു കൊണ്ട് പലരും ഇതൊന്നും ആരും ഒരു കോർഡിനേഷൻ ഉണ്ടാകുന്ന ഒരു ഫെഡറേഷൻ സ്വഭാവത്തിലൊന്നും വരുന്നതല്ല. മറിച്ച് ഇതൊക്കെ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യം എന്നുള്ള നിലക്ക് കാലം തന്നെ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളാണ്. ആ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗം ആയിട്ടാണ് ഞാനും ഇവിടെ പ്രവർത്തിക്കുന്നത്. ഞാനും അവരും ഒന്നും പരസ്പരം അറിയാതെയും ബന്ധപ്പെടാതെയും അങ്ങനെ ആയിത്തീരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതങ്ങനെയാണ് വരിക. ഇനി കർമ്മശാസ്ത്രം, ഇനിയിപ്പോൾ അതാണുള്ളൊരു കർമ്മശാസ്ത്രത്തിൽ എന്തൊക്കെ ഉണ്ട് എന്നാണ്. ഇപ്പം നിങ്ങൾ ഇസ്ലാമാണ് ബേസ് എന്ന് പറഞ്ഞാൽ നിസ്കാരം ഉണ്ടോ? തീർച്ചയായിട്ടും. അനുഷ്ഠാനങ്ങളിലൊന്നും ഒരു വ്യത്യാസമില്ല. 5 വക്ത് ഉണ്ടോ? തീർച്ചയായിട്ടും. അപ്പം അതിന് ഖുറാനിൽ തെളിവില്ല? ഇല്ല, ഒരു തെളിവില്ല. ട്രഡീഷനാണ്. ആ ട്രഡീഷനെ നിങ്ങൾക്ക് മാറ്റണ്ട. ഇല്ല, മനുഷ്യത്വ വിരുദ്ധം, മൂല്യവിരുദ്ധമാകാത്ത ഒരു ട്രഡീഷനോടും നമുക്ക് വിയോജിപ്പില്ല. അതുകൊണ്ടാണ് നോമ്പ് അങ്ങനെ തന്നെ. നിങ്ങൾ നോമ്പ് ഓ തീർച്ചയായിട്ടും. നിസ്കരിക്കണ്ടേ? തീർച്ചയായിട്ടും. അതെ അതെ അതെ. പിന്നെ സക്കാത്ത് എല്ലാം അങ്ങനെ തന്നെ. അത് നമ്മൾ ഈ 2.5% പരിമിതപ്പെടുത്തരുതെന്ന് ഞാൻ പറയും. അത് നിങ്ങൾ 5-10 ഒക്കെ ശതമാനം കൊടുക്കണം എന്നല്ല, അത് കുറച്ച് കൂട്ടണം എന്നുള്ള അത്രേ ഉള്ളൂ. പിന്നെ ഹജ്ജൊക്കെ ചെയ്യണം, പക്ഷെ അത് ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി. മനുഷ്യന്മാരിങ്ങനെ കാശ് മുടക്കിയിട്ട് പോകേണ്ടതില്ല. ഉംറയൊക്കെ പോകേണ്ട, ഹജ്ജിന് പോകുമ്പോൾ ഉംറ ചെയ്താൽ മതി. അതിനായിട്ട് വേറൊരു പോക്കൊന്നും പോകേണ്ടതില്ല. പക്ഷെ ഹജ്ജിന് പോകാതെ ഉംറക്ക് പോകുന്ന കുഴപ്പമില്ല. ഈ കർമ്മശാസ്ത്രം, പിന്നെ ഈ ഇസ്ലാംകാരി ഈമാൻകാരിയൊക്കെ അങ്ങനെയുള്ള അതൊക്കെ ഈ തിയോളജിയുടെ ഭാഗമായിട്ടുണ്ടാക്കിയതാണ്. ഈ കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് 1, 2, 3, 4 എന്ന് പറയുന്ന എല്ലാ ഫോർമാറ്റുകളും പിൽക്കാലത്ത് പണ്ഡിതന്മാർ അവരുടെ ഗവേഷണ ഫലമായിട്ടുണ്ടാക്കിയതാണ്. അല്ലാതെ ഭേദങ്ങൾക്ക് അങ്ങനെ ഒരു ശൈലിയൊന്നുമില്ല. 1, 2, 3, 4 ഇല്ല. അപ്പോൾ അത് അവർ ഒരു ഗവേഷണ ഫലമായിട്ടാണ് 1, 2, 3 അത് അങ്ങനെ ക്ലാസിഫൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇസ്ലാം കാര്യം 5 എന്ന് അവകൾ അറിയൽ ഫർലാണ്. അതൊക്കെ പിൽക്കാലത്ത് അത് ഒരാൾ പഠിക്കുന്നു. ആ പഠിക്കുന്നതിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ നോക്കിയെടുക്കുന്നു, എന്നിട്ട് അതിനെ ആക്കുന്നു. അത് പിന്നെ റസൂൽ പറഞ്ഞതായിട്ട് കാണിക്കുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അതുപോലെ വിശ്വാസ കാര്യങ്ങൾ, അതിനേക്കാളൊക്കെ വലുതായിട്ട് വിശ്വസിക്കേണ്ടുന്ന മറ്റു പല കാര്യങ്ങളും ഉണ്ടല്ലോ. അത് സുന്നി ഇതിൽ ഇപ്പോൾ ഈമാൻ കാര്യങ്ങളിൽ 6ാമത്തത് ഷിയാകൾക്ക് ദൈവത്തിൻ്റെ നീതിയിൽ വിശ്വസിക്കലാണ്.
ഇവിടെ ഖദറിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഒരു നീതിയിൽ വിശ്വസിക്കണം. അപ്പോൾ അതിൻ്റെ അടുത്ത ചോദ്യം അതാണ്. ഇപ്പം ഈ ഇസ്ലാം കാര്യം കർമ്മശാസ്ത്രപരമാണ്. അപ്പോൾ വിശ്വാസത്തിൽ പറയുന്ന 6 കാര്യങ്ങളും എന്താണ് നിങ്ങളെ വിലയിരുത്തൽ? ഞാൻ പറയുന്ന 6 കാര്യങ്ങളൊന്നുമല്ല, വിശ്വസിക്കേണ്ടുന്ന നിരവധി കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം മനുഷ്യർ തമ്മിലുള്ള വിശ്വാസമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പിന്നെ ദൈവത്തിൽ വിശ്വസിക്കുക എന്നതിനേക്കാൾ പ്രധാനമാണ് അയൽക്കാരനെ വിശ്വസിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ വിശ്വാസത്തിൻ്റെ തലമെന്ന് പറയുന്നത്, ഈ വിശ്വാസം എന്ന് പറയുന്നതിനെ കർമ്മതലത്തിൽ നിന്ന് മാറ്റി സ്ഥാപിക്കാനൊന്നും കഴിയില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി എന്നുള്ളത് കർമ്മമാണോ വിശ്വാസമാണോ എന്നത് ഇപ്പോഴും തീരാത്തൊരു തർക്കമാണ്. അത് ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാമത്തതാണ്. അതിൻ്റെ വിശദാംശങ്ങളാണ് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതെ അതെ. അപ്പോൾ ഇത് പരസ്പര ബന്ധമില്ലാത്ത ഒന്നല്ല. ഇതൊക്കെ ഈ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കുമ്പോൾ, സിലബസ് ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈമാൻ കാര്യം ഇസ്ലാം കാര്യം എന്നൊക്കെ പറഞ്ഞ് ക്ലാസിഫൈഡ് ചെയ്ത് ഈമാൻ കാര്യത്തിലെ ഈ ഖദറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? അതിൽ മനുഷ്യനെ തികഞ്ഞ പിന്നെ ഒരു ഖുർആൻ വിരുദ്ധമായ ഒരു കാഴ്ചപ്പാടാണത് ഖദറിലുള്ള വിശ്വാസം. തീർച്ചയായിട്ടും എന്താണ് അതിൻ്റെ അങ്ങനെ ഒരു വിശ്വാസം ഖുർആനിലില്ല. ഖുർആനിൽ പറയുന്നത് മാ അസാബക മിൻ സയ്യിഅത്തിൻ ഫമിൻ നഫ്സിക് വമാ അസാബക മിൻ ഹസനത്തിൻ ഫമിൻ അല്ലാഹ് എന്ന് പറഞ്ഞാൽ നീ പിന്നെ ഒരു എന്തെങ്കിലും ഒരു ദോഷം സംഭവിക്കുകയാണെങ്കിൽ അത് നിന്നിൽ നിന്നുണ്ടാകുന്നുണ്ട്. ഫമിൻ നഫ്സിക് എന്നാണ് പറയുന്നത്. മാസാബക മിൻ സയ്യിഅത്തിൻ ഫമിൻ നഫ്സിക്. അത് ഈ ഖദർ വിശ്വാസത്തിനോട് എതിരല്ലേ? എന്ന് വെച്ചാൽ എല്ലാം മുൻകൂട്ടി ദൈവം തീരുമാനിക്കുന്നു എന്നാണെങ്കിൽ പിന്നെ ഈ പ്രവാചകന്മാരുടെയും വേദങ്ങളുടെയും ഇവിടുത്തെ ഈ പറയുന്ന വയലുകളുടെയും നമ്മുടെ ഇൻ്റർവ്യൂവിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലല്ലോ. ദൈവം തീരുമാനിച്ചതാണെങ്കിൽ മനുഷ്യന്മാരങ്ങനെ മൃഗങ്ങളൊക്കെ ജീവിക്കുന്നത് പോലെ. അപ്പം മനുഷ്യർക്ക് അവരുടെ ഫ്രീ വില്ലുണ്ട്. ആ ഫ്രീ വില്ല് അത് പരിമിതമാണോ, അത് എങ്ങനെയാണെന്നാണ് മൗലവി പറയണേ? തീർച്ചയായിട്ടും പരിമിതമാണ്. ഇപ്പോൾ ഫ്രീ വില്ലുണ്ടെന്ന് പറയുമ്പോൾ എൻ്റെ മാതാപിതാക്കൾ ആരായിരിക്കണം എന്നുള്ളത് ഞാൻ തീരുമാനിച്ചതല്ല. ഞാൻ ആണാകണോ പെണ്ണാകണോ എന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഞാൻ ഏത് കാലത്ത് ജനിക്കണം, ഏത് ഭാഷയിൽ ജനിക്കണം, ഏത് സമയത്ത് ജനിക്കണം, ഇതൊക്കെ ഞാൻ തീരുമാനിച്ചതല്ല. അതൊക്കെ ഒരു പ്രീ ഡെസ്റ്റിനിയാണ്. അപ്പോൾ അതിൽ എനിക്ക് ഒരു പങ്കുമില്ല. അതേ സ്ഥാനത്ത് എനിക്ക് എൻ്റെ കർമ്മങ്ങളിൽ എനിക്ക് തീർച്ചയായിട്ടും ഫ്രീ വില്ലുണ്ട്. ഞാനാണ് തിരഞ്ഞെടുക്കുന്നത്. ആ കർമ്മങ്ങൾ ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി തരുന്നത് ദൈവമാണ്. അപ്പോൾ ഇപ്പോൾ പിന്നെ ദൈവത്തിന് വേണമെങ്കിൽ മദ്യം കഴിച്ചാൽ ലഹരി ബാധിക്കാത്ത വിധം നമ്മൾ സൃഷ്ടിക്കാമായിരുന്നു. അങ്ങനെ സൃഷ്ടിക്കാമായിരുന്നു. പക്ഷെ അങ്ങനെ സൃഷ്ടിച്ചില്ല. മദ്യം കഴിച്ചാൽ ലഹരി ബാധിക്കും. ആ അർത്ഥത്തിലുള്ളൊരു മെക്കാനിസം നമ്മുടെ ഉള്ളിലുണ്ടാക്കി. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ മദ്യം കഴിക്കാതിരിക്കണം, നിങ്ങൾക്ക് പാല് കുടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പാല് കുടിച്ചാലും ദഹിക്കും, മദ്യം കുടിച്ചാലും ദഹിക്കും. മദ്യം കഴിച്ചാൽ അങ്ങനെയാവും, പാല് കുടിച്ചാൽ ഇങ്ങനെയാവും. ഇത് നമുക്ക് പറഞ്ഞു തന്നുകൊണ്ട് നമുക്ക് ഫ്രീ വില്ല് തന്നു. അപ്പോഴാണ് ഫ്രീ വില്ല് അർത്ഥവത്താകുന്നത്. അപ്പോൾ ഈ രീതിയിൽ സൗകര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കി തരികയും എന്നിട്ട് നമുക്ക് ചിന്താപരമായി തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം പൂർണ്ണമായും തരികയും ചെയ്തു. അത് പൂർണ്ണം തന്നെയാണ്. അതിൽ ഒരു തരത്തിലുള്ള ഇടപെടലും ദൈവത്തിൽ നിന്ന് ഉണ്ടാവുന്നില്ല എന്നാണ് ഉറപ്പായിട്ടും ഉണ്ടാകുന്നത്. പിന്നെ അപ്പോൾ ഈ ഇഖ്തിയാർ അല്ലെങ്കിൽ ചോയ്സസ് അത് മനുഷ്യൻ്റെതാണ് തീർച്ചയായിട്ടും. അല്ലാതെ അതിൽ അള്ളാൻ്റെ ഒരു പ്രീ ഡിറ്റർമിനേഷൻ ഒന്നുമില്ല. ദൈവത്തിൻ്റെ അറിവ്, ഈ അറിവെന്ന് പറയുന്നതിനെ നമ്മൾ വിധി എന്നുള്ള ഒരു തെറ്റായ വാക്കുകൊണ്ട് അടയാളപ്പെടുത്തുന്നിടത്ത് വരുന്നൊരു പ്രശ്നമുണ്ട്. അറിവും വിധിയും രണ്ടും രണ്ടാണ്. എന്ന് വെച്ചാൽ ഒരു നല്ല ക്ലാസ് അധ്യാപകന് ആ ക്ലാസ്സിലുള്ള കുട്ടികളെക്കുറിച്ച് അറിവുണ്ടായിരിക്കും. അയാളുടെ പിന്നെ നല്ല എന്ന് പറയുന്നതിൻ്റെ ക്വാളിറ്റി കൂടുന്നതിനനുസരിച്ച് അയാളുടെ അറിവ് കൃത്യമായിരിക്കും. അപ്പോൾ 40 കുട്ടികളുടെ ഒരു ക്ലാസ്സിൽ എത്ര കുട്ടികൾ തോൽക്കും, എത്ര കുട്ടികൾ ജയിക്കും, ഇന്ന കുട്ടികൾക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടും, ഇന്നുള്ള കുട്ടികൾ 0 മാർക്കായിരിക്കും എന്നൊക്കെ ഒരു അധ്യാപകൻ അറിയാം. അത് അയാൾ റിപ്പോർട്ടായിട്ട് കൊടുത്തു. റിസൾട്ട് വന്നപ്പോൾ കൃത്യം അതുപോലെയാണ് റിസൾട്ട് വന്നത്. അപ്പോൾ ഈ കുട്ടി ചോദിക്കുന്നു, സാറിന് ഞാൻ തോക്കുമെന്ന് അറിയാം, അതുകൊണ്ടാണ് ഞാൻ തോറ്റത് എന്ന് പറയാൻ പറ്റുമോ? അള്ളാഹുവിനെ നേരത്തെ അറിയാം. അറിവിൻ്റെ തലത്തിൽ മാത്രം പരിമിതമാണ്. പക്ഷേ ഈ അറിവെന്ന് പറയുന്നത് ഈ അധ്യാപകൻ അറിയുന്നത് കൊണ്ടല്ലോ കുട്ടി തോറ്റത്, കുട്ടിയുടെ കയ്യിലിരിപ്പുണ്ടല്ലേ. അപ്പോൾ മനുഷ്യൻ്റെ വിജയപരാജയങ്ങൾ അവൻ്റെ ഭാഗതയും അവനിൽ നിക്ഷിപ്തമാണ്. പക്ഷേ ഇത് ദൈവത്തിനറിയാം. അറിയുന്നത് ദൈവത്തിനൊരു കുറവല്ലല്ലോ. അതെ. അപ്പോൾ അത് ദൈവത്തിൻ്റെ. ഇനിയിപ്പം മരണാനന്തര ജീവിതം, സ്വർഗം, നരകം, ഇതിലൊക്കെ എന്താണ് മൗലവിയുടെ വിവക്ഷ? തീർച്ചയായിട്ടും ഈ ഇവിടെ ഉള്ള ഒരു പ്രശ്നവും വാക്കുകളുടെ ഒരു പ്രശ്നമാണ്. ഈ പരലോകം എന്ന് പറയുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് തുടർലോകം എന്ന് പറയാനാണ്. ഒരു തുടർലോകമാണത്, പരലോകമല്ല. അതായത് മനുഷ്യൻ്റെ യാത്ര നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്ത് വന്നതോടുകൂടി ആരംഭിക്കുന്നതല്ല. നമ്മൾ എത്രയോ സഹസ്രാബ്ദങ്ങളായിട്ട് യാത്ര ചെയ്തിട്ടാണ് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ എത്തിച്ചേരുന്നത്. എന്ന് പറഞ്ഞാൽ ഇതാണ് ഉദ്ദേശിക്കുന്നത്, എന്താ പറയുക, അലമുൽ അല്ലല്ല, ഈ ലോകത്ത് തന്നെ, നമ്മൾ ഈ ലോകത്ത് തന്നെ പദാർത്ഥമായിട്ട് പല ജന്മങ്ങൾ ജനിച്ചിട്ടുണ്ട്. മനുഷ്യനായിട്ടൊന്നും ആവണമെന്നില്ല. എൻ്റെ മുന്നിലിരിക്കുന്ന റൂമി ഒരു പക്ഷേ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു നല്ലൊരു കുരുവിയായിരിക്കാം, ഒരു പൂവായിരിക്കാം. അത് നമ്മളെ വിശ്വാസ ഖുർആനായിട്ട് യോജിക്കും. തീർച്ചയായിട്ടും അങ്ങനെയാണ്. അങ്ങനെയല്ല നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ പിതാവിൻ്റെ രക്തത്തിലേക്ക്
നിങ്ങൾ എത്തിച്ചേരുന്ന ഒരു ഘട്ടമുണ്ടല്ലോ, അത് ഏതായിരിക്കും? പിതാവ് തിന്ന ഒരു പഴത്തിലൂടെയാണ് നിങ്ങളുടെ ഒരു അംശം പിതാവിലേക്ക് എത്തിച്ചേരുന്നത്. ആ പഴം ഒരു വിത്തായിരുന്നു, ആ വിത്ത് മണ്ണിനടിയിലായിരുന്നു, അതിനു മുമ്പൊരു മരത്തിലായിരുന്നു, അതിനു മുമ്പ് അതൊരു പക്ഷിയുടെ വയറ്റിലായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ നമ്മുടെ പല ഇതിൽ നിന്നും അല്ലേ വരുന്നത്? ആണ്. അപ്പോൾ അപ്പോഴൊക്കെ ഇവിടെ ഉണ്ടല്ലോ, ഒരു സാന്നിധ്യമായിട്ടുണ്ട്. നിങ്ങളൊരു സൂക്ഷ്മ സാന്നിധ്യമായിട്ട് ഈ ലോകത്ത് സഹസ്രാബ്ദങ്ങളായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ മനുഷ്യനും പെട്ടെന്നൊരു ദിവസം അങ്ങ് ജനിക്കുകയല്ല. ഇവിടെ സൂക്ഷ്മ സാന്നിധ്യമായിട്ട് നമ്മളിങ്ങനെ പരന്ന് കിടക്കുകയാണ്, ഏതോ ഒരു തരിമണ്ണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ റൂമിയുടെ DNA എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഒരുപക്ഷെ റൂമി ഇന്ത്യക്കാരനൊന്നും ആയിരിക്കില്ല. അതെ 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 അതെ. റൂമി ഏതോ പശ്ചിമേഷ്യക്കാരനോ ഏതെങ്കിലും യൂറോപ്യനോ ഒക്കെ ആയിരിക്കും. കണ്ടാലും ഏതാണ്ട് അതുപോലെ തോന്നും. അപ്പോൾ അങ്ങനെ അങ്ങനെ സഹസ്രാബ്ദങ്ങൾ സഞ്ചരിച്ച് വന്ന ഒരു സഞ്ചാരത്തിൻ്റെ യാത്രയ്ക്കൊടുവിലാണ് നമ്മൾക്ക് ഒരു മനുഷ്യാകാരം ഉണ്ടാകുന്നത്. നമ്മൾ ഇത് കഴിഞ്ഞാലും നമ്മുടെ ഒരു തുടർലോകമുണ്ട്. അപ്പം പരലോകം എന്ന് പറയുന്നത് ആ തുടർലോകമാണ്. അപ്പോൾ മരണത്തോടെ തീരുന്നു എന്നാണെങ്കിൽ നമ്മൾ നിരവധി തവണ മരിച്ചു പോയിട്ടുണ്ട്. ആ മരിച്ചതിൽ നിന്ന് വീണ്ടും 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 ആയിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഇനി അവിടെ അപ്പോൾ ഈ സ്വർഗം നരകം അതൊക്കെ ഉണ്ട്, കർമ്മങ്ങളുടെ ഫലം. അപ്പം നമുക്കിപ്പോൾ ഒരു സജീവമായിട്ടുള്ള ഒരു ജീവൽ സാന്നിധ്യം മനുഷ്യനായിട്ടാണ് ഉണ്ടാകുന്നത്. മുമ്പൊക്കെ നമ്മൾ ഗുരുവിയായപ്പോഴും നമുക്ക് ഓർമ്മകളൊന്നുമില്ല, കാരണം ഓർമ്മിക്കേണ്ടുന്ന ജീവിതമായിരുന്നില്ല അത്. അപ്പോൾ ഒരു ഇതില്ലേ, എന്താ പറയുക, ലൗഹുൽ എന്താണ്, ആലമുൽ അർവാഹ്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല, അവിടുന്ന് അള്ളാഹു ചോദിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ആലമുൽ അർവാഹ് എന്നൊക്കെ പറയുന്നത് നമ്മളൊക്കെ ആലമുൽ അർവാഹിൻ്റെ ഭാഗം തന്നെയാണ് എപ്പോഴും ഇപ്പോഴും. ഈ ആലമുൽ അർവാഹ് എന്ന് പറയുന്നത് ഒരു രൂപ ഭാവങ്ങളില്ലാത്ത ഒരു അസംസ്കൃത റോ മെറ്റീരിയൽ എന്നൊക്കെ പറയാവുന്ന ഒരിടമാണ്. അത് പിന്നെ റൂഹിനെ കുറിച്ചല്ല അങ്ങനെ പറയാം. അതെ അതെ, റൂഹിനെ കുറിച്ച് തന്നെ. അപ്പോൾ ആ ഒരു അസംസ്കൃതമായ ഒരു തലത്തിൽ നിന്ന് നമ്മളൊരു ശരീരം സ്വീകരിക്കുന്നിടത്തേക്ക് വരുമ്പോൾ പിന്നെ അത് എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ വായു, ഇവിടെയൊക്കെ വായു ഉണ്ട്. നിങ്ങളൊരു ബബിൾ ഉണ്ടാക്കുന്നു. ബബിൾ ഉണ്ടാക്കുമ്പോൾ ഈ വായുവിനൊരു ആവരണം ഉണ്ടായി, നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഈ വായുവിനെ നമുക്ക് കാണാൻ കഴിയുന്നില്ല, നമുക്കൊരു ബബിൾ ഉണ്ടാക്കിയാൽ കാണാൻ കഴിയും. ആ ബബിളിൻ്റെ ഉള്ളിലുള്ള വായു ഇവിടെ ഉള്ള വായുവാണ്. ആ ബബിളങ്ങ് പൊട്ടിയാൽ വീണ്ടും ആ വായു ഇവിടെ തന്നെ ഉണ്ട്, നമ്മൾ കാണുന്നില്ല. ഇതുപോലെയാണ് ഈ റൂഹെന്ന് പറയുന്ന, ആത്മാവെന്ന് പറയുന്ന ഈ രൂപരഹിതമായ ദൃശ്യഗോചരമല്ലാത്ത ഒരു സംഗതി ഒരു ബബിളായിട്ട് രൂപപ്പെടുന്നതാണ് നമ്മുടെ ശരീരം. അതുണ്ടാകുമ്പോൾ നമുക്ക് കാണാം. ആ ബബിളങ്ങ് പൊട്ടുമ്പോൾ അതവിടെ തന്നെ ഉണ്ട്, ആ ശരീരം മാത്രമേ പൊട്ടിപ്പോകുന്നുള്ളൂ. അപ്പോൾ ഈ യാത്രയിൽ നമ്മൾ കുറച്ച് കാലം ഇവിടെ ജീവിക്കുന്നു, അതിനുശേഷം വീണ്ടും തുടർ ജീവിതമുണ്ട്. ആ തുടർ ജീവിതം പദാർത്ഥപരമല്ല, അത് പദാർത്ഥ നിരപേക്ഷമാണ്. അവിടെ ഈ സ്വർഗനരകങ്ങൾ എന്നൊക്കെ പറയുന്നത് ആനന്ദത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ലോകം എന്നുള്ള അർത്ഥത്തിലേ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഈ പഴം പാല് എന്നൊക്കെ പറയുന്നത് ഉപമകളാണ്. മസലുൽ ജന്നത്തിലെത്തി വഴുതൽ മുത്തക്കുൻ, മസലെന്നാണ് ഖുർആൻ പറയുന്നത്. മസലെന്ന് പറയുന്നത് യാഥാർത്ഥ്യമല്ല. മസലുൽ ജന്നത്തി, ഞാൻ മുത്തക്കികൾക്ക്, ഭക്തരായ ആളുകൾക്ക് നൽകുമെന്ന് പറഞ്ഞ സ്വർഗത്തിൻ്റെ ഉപമയാണിത്. ഉപമയാണ്, യാഥാർത്ഥ്യമല്ല. ഈ ഉപമ പറയുന്നത് എന്തിനാണ്? അമ്മ എന്ന് പഠിപ്പിക്കാൻ അമ്മയെ പറയുന്നത് ആ എന്ന അമൂർത്തമായ ഒരക്ഷരം ഒരു കുട്ടിയുടെ മനസ്സിൽ അമ്മ എന്ന ബിംബത്തിലൂടെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. അതുപോലെ സ്വർഗം എന്ന് പറയുമ്പോൾ അമൂർത്തമാണ്, അതൊരാനന്ദത്തിൻ്റെ ലോകമാണ്. അത് പറയുമ്പോൾ മനുഷ്യർക്ക് മനസ്സിലാവില്ല, പ്രത്യേകിച്ച് അറബികൾക്ക്. അപ്പം മനസ്സിലാകണമെങ്കിൽ അതിനൊരു മൂർത്തമായ ബിംബകൽപ്പന കൊണ്ടുവരണം. അപ്പോൾ കാണുന്ന കാഴ്ച നല്ല ഒരു തോട്ടം, അവിടെ സസ്യലതാദികൾ, ഹംറ്, സമൃദ്ധി, അവിടെ അങ്ങനെയൊക്കെ പറയുമ്പോൾ ആഹാ ഇത് കൊള്ളാലോ, ഇത് അപ്പോൾ ഇതിനേക്കാൾ അപ്പുറത്ത് മാല അയിനുണ്ടാത്ത് വല ഉദുൻ സമയത്തെന്നൊക്കെ അതിനെ പ്രവാചകൻ പറയുകയും ചെയ്തു. അപ്പോൾ ഒരിക്കലും നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു ആനന്ദത്തിൻ്റെ, സച്ചിദാനന്ദത്തിൻ്റെ ലോകം, ആ ലോകം ആണ് സ്വർഗം എന്ന് പറയുന്നത്. മറ്റത് ദുരിതത്തിൻ്റെ ലോകം, നരകം. അത് പിന്നെ അവിടെ തീയും അങ്ങനെ തന്നെയാണ്. നരകത്തിൽ തീയില്ല, പക്ഷെ തീ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ എല്ലാ കോശങ്ങളെയും ഒരേ സമയത്ത് വേദനിപ്പിക്കാവുന്ന ഒരേ ഒരു സാധനം ലോകത്ത് ഇന്ന് നമുക്ക് കിട്ടാവുന്നതിൽ തീ മാത്രമാണ്. ഇപ്പം മുറിഞ്ഞെടുത്ത് വേദനിക്കും, കുത്തിയെടുത്ത് വേദനിക്കും, കത്തിച്ചാൽ ശരീരത്തിൻ്റെ എല്ലാ കോശങ്ങളും ഒന്നിച്ച് വേദനിക്കും. അപ്പോൾ ആ ഒരു വേദനയുടെ തീവ്രത അറിയിക്കുന്നതിന് വേണ്ടിയാണ് നരകവും തീയും തമ്മിൽ ബന്ധിപ്പിച്ചത്. എന്തിനാ ശരിക്കും നരകം? ഈ പറഞ്ഞ പോലെ ശുദ്ധീകരണം. ഇങ്ങോട്ട് അത് കഴിഞ്ഞ് പിന്നെ സ്വർഗത്തിൽ ഉറപ്പായിട്ടും മനുഷ്യരിക്കുകൾ അങ്ങനെ പോകില്ല എന്നല്ലേ പറയുന്നത്? ആര് പറയുന്നു? നമ്മളെ വിശ്വാസം അങ്ങനെ ആകാൻ പാടില്ലല്ലോ. പടച്ചോൻ നീതിമാനാണെങ്കിൽ നിങ്ങളൊരു തെറ്റ് ചെയ്തു. അല്ല, നിങ്ങൾ ഈ പറയുന്ന കാരുണ്യമാണ് പടച്ചോനെങ്കിൽ നരകത്തിന്റെ തന്നെ ആവശ്യമില്ല. അല്ല, ഞാൻ എൻ്റെ ഒരു സംശയം എന്താ വെച്ചാൽ, ഇപ്പം ആകെ എത്ര കാലം മനുഷ്യൻ ജീവിക്കണം? 60 കൊല്ലം ജീവിക്കുന്നത്. അതിൽ അവൻ്റെ ബലാരിഷ്ടതകളും എല്ലാം കഴിഞ്ഞ് ഒരു റെഡി ആയിട്ട് ജീവിക്കണേ 10-30 വർഷമാണ്.
ആ വർഷത്തിലൊരു ചെറിയ ജീവിതത്തിന് വേണ്ടി പിന്നെ ഖാലിദീന ഫിഹ അബദ, അത് നരകാണെങ്കിലും സ്വർഗാണെങ്കിലും അത് ശിക്ഷിക്കണ അല്ലാ എന്ന് പറയണ നിങ്ങൾ പറയണ റഹ്മത്തുൽ ആലമീനെതിരല്ല എന്ന് ഞാൻ ചോദിക്കും. അല്ല അത് നിങ്ങളെ വാദമാണ്. അല്ല എന്ന് വെച്ചാൽ നരകം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. നരകത്തിലേക്ക് പടച്ചോൻ പിന്നെ പറഞ്ഞേക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് എല്ലാ മനുഷ്യരെയും. കാരണം ഈ ഈസാ നബിയും അള്ളാഹുവും തമ്മിലുള്ള ഒരു പരലോകത്തുള്ള ഒരു സംഭാഷണം സൂറ പിന്നെ മാഇദയിൽ കാണാം. അതിലിങ്ങനെ അതിൻ്റെ ഒടുവിൽ വരുമ്പോൾ അള്ളാഹു ചോദിക്കുന്നുണ്ട്, അല്ല ഈസേ, നിന്നെയും നിൻ്റെ മാതാവിനെയും ആരാധിക്കണമെന്ന് നീ വല്ലവരോടും പറഞ്ഞിരുന്നു? ഈസാ നബി പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടില്ല. എന്നിട്ട് അങ്ങനെയാണല്ലോ സംഭവിച്ചത്. ഓ, അങ്ങനെയൊക്കെ സംഭവിച്ചോ? എന്നിട്ട് ഈസാ നബി അല്പം കഴിഞ്ഞ് പിന്നെ പറയുന്നുണ്ട്, അവരൊക്കെ നീ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടാൻ അർഹരൊക്കെ തന്നെ. പക്ഷെ നീ പുറത്തു കൊടുക്കുകയാണെങ്കിൽ നീ കാരുണ്യവാനാണല്ലോ. ആലോചിച്ച് നോക്കണം. എന്ന് വെച്ചാൽ അത് പടച്ചോൻ എന്തിനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്? അങ്ങനെ അവിടെ ഒരു സംഭാഷണം നടക്കും. എന്നിട്ട് അള്ളാഹു പറയുന്നത് സത്യവാന്മാർക്ക് അവരുടെ സത്യം പിന്നെ ഉപകരിക്കുന്ന ദിവസമാണിത്. എന്ന് വെച്ചാൽ ഒരാൾ നിഷ്കളങ്കമായിട്ടായിരുന്നു ചർച്ചയിൽ പോയിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ പരിഗണിക്കുമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം, നേർക്കുകാരെ. അപ്പോൾ പിന്നെ നരകത്തിൽ പോകുന്നതും ഒന്നും ഈ ആരാധനകളോ ഇതൊന്നുമായിട്ട് ബന്ധപ്പെട്ടല്ല, മനുഷ്യൻ്റെ ക്വാളിറ്റി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ ആരെങ്കിലും ആക്രമിച്ചെങ്കിൽ അത് പടച്ചോന് പുറത്തു കൊടുക്കാൻ റൈറ്റ് ഇല്ലല്ലോ. ഞാനിപ്പോൾ റൂമിയെ ഞാൻ ആക്രമിച്ചാൽ പടച്ചോൻ എനിക്ക് പുറത്ത് തന്നാൽ റൂമിക്ക് ചോദിച്ചൂടെ, നീ എങ്ങനെ പുറത്തു കൊടുക്കുക, അത് എന്നെയാണല്ലോ ബാധിക്കുന്നത് എന്ന് ചോദിക്കാമല്ലോ. അതിന് പടച്ചോന് റൈറ്റ് ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള തെറ്റുകളെ മാത്രം, അതായത് മനുഷ്യരുമായി ബന്ധപ്പെട്ട പ്രകൃതിയുമായി ബന്ധപ്പെട്ട തെറ്റുകളെ മാത്രമേ പടച്ചോൻ ആ അർത്ഥത്തിൽ പരിഗണിക്കുന്നുള്ളൂ. അല്ലാതെ റൂമി ഒരു ആരാധന നിർവഹിച്ചില്ല, അല്ലെങ്കിൽ അങ്ങനെ ദൈവമേ എനിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞാൽ പടച്ചോനൊരു പ്രശ്നമില്ല. കാരണം അതാരുമായിട്ടും ബന്ധപ്പെടുന്നതല്ല. അപ്പോൾ മനുഷ്യരായിട്ടോ പ്രകൃതിയായിട്ടോ ബന്ധപ്പെട്ട തെറ്റുകളെ മാത്രമേ പടച്ചോൻ ആ അർത്ഥത്തിൽ പരിഗണിക്കുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ പടച്ചോനും പൊറുക്കാൻ റൈറ്റില്ലാതെ വരും. അവിടെ പടച്ചോൻ അങ്ങനെയുള്ള ആളുകളെ ശുദ്ധീകരിച്ച് സ്വർഗത്തിൽ, അവിടെ പോലും അദാബ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? മാ ഉൻ അദ്ബുൻ ഫുറാത്തുൻ. അദ്ബ് എന്ന വാക്കിൻ്റെ അർത്ഥം ശുദ്ധീകരണം എന്നാണ്, ശുദ്ധവെള്ളം. മാ ഉൻ അദ്ബുൻ എന്ന് പറഞ്ഞാൽ ശുദ്ധവെള്ളം. ഖുർആനിൽ തന്നെയുള്ള പ്രയോഗമാണ്. അദാബ് എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിക്കുക എന്നാണ്. പക്ഷേ അതിൽ ഞാനിപ്പോൾ ഒരു യുക്തിവാദിയുടെ ലോജിക്കിൽ ആലോചിച്ചാൽ, കുറഞ്ഞ കാലത്തേക്ക് മനുഷ്യരെ ഭൂമിയിലിറക്കി എന്നിട്ട് അവനെ പരീക്ഷിച്ച് ശുദ്ധീകരിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോവുക, അതൊരു ലോജിക്കില്ലാത്ത പണി അല്ല. അവിടെ ഒരു കാര്യമുള്ളൂ, നിങ്ങൾ മറ്റുള്ളവരെ ദ്രോഹിക്കാതിരുന്നാൽ നിങ്ങൾക്കൊരു കുഴപ്പമില്ലെന്ന്. നിങ്ങളൊരു ഗാന്ധിയാണ്. അല്ല ശരി, ഞാൻ ചോദിക്കണ അള്ളാൻ്റെ ആ ചോയ്സ് തന്നെ. ഇപ്പം ഈ ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഇത് ആദമിനെ സൃഷ്ടിക്കുമ്പോൾ മലക്കുകൾ എതിർക്കുന്നുണ്ടല്ലോ. ആദമിനെ അള്ളാഹു സൃഷ്ടിച്ചത് ആദ്യത്തെ മനുഷ്യനായിട്ടൊന്നല്ലല്ലോ. അല്ല, അവിടെയും വ്യത്യാസമുണ്ട്. ഖുർആനിൽ പറയണില്ലേ ആദം ആദ്യത്തെ മനുഷ്യനാണ് എന്ന് ഖുർആനിൽ എവിടെ പറഞ്ഞത്? അല്ല, അത് തഫ്സീറുകളിലൊക്കെ ഞാൻ ചോദിക്കുന്നത്, ആദം ആദ്യത്തെ മനുഷ്യനാണെന്ന് ഖുർആനിൽ എവിടെ പറഞ്ഞു? ആദം അത് മനുഷ്യനാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ ആദമിന് സുജൂദ് ഇൽമാണ്. അതുവരെ മനുഷ്യരോട് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മലക്കുകൾ ചോദിക്കുന്നത്. അപ്പൊ അതിൽ നിന്നൊരാളെ സെലക്ട് ചെയ്യുന്നു. ഇന്നല്ലാഹ ഇസ്തഫ ആദമ വനൂഹൻ വാല ഇമ്രാൻ വാല ഇബ്രാഹിം വാല ഇമ്രാൻ. ഇസ്തഫ എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്തു എന്നാണ്. സെലക്ട് ചെയ്യണമെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടാവണ്ടേ, അല്ലേ? ഇസ്തഫ ആദമു മാത്രമല്ല, അതിൽ ആദമിനെയും നൂഹിനെയും ഒക്കെ സെലക്ട് ചെയ്തു. അപ്പോൾ ആ പരമ്പരയിലാണ് ആദമിനെ സെലക്ട് ചെയ്തു. ഓക്കെ, ആദ്യത്തെ മനുഷ്യനല്ല, ആദ്യത്തെ പ്രവാചകനും അല്ലേ? ആദ്യത്തെ പ്രവാചകനാണ്. ആദ്യത്തെ പിന്നെ ഇൽമുള്ള ജ്ഞാനമുള്ള ആളാണ്. അതുവരെ ജ്ഞാനമില്ലാത്ത മനുഷ്യ രൂപങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ മുന്നിലാണ് സുജൂദ് ചെയ്യാൻ പറയുന്നത്. അപ്പൊ എന്റെ ചോദ്യം എന്താ വെച്ചാല്, അതുകൊണ്ടാണ് ഗുരുക്കന്മാരെ വന്ദിക്കണമെന്ന് നമ്മൾ പറയുന്നത്. ഒരു മനുഷ്യൻ യുക്തി എന്ന രീതിയിൽ അതിലൊരു കോമഡി ഇല്ലേ? എന്താണ് എന്ന് വെച്ചാല്, അവരെ കുറച്ച് ആൾക്കാരെ 60 കൊല്ലം വരെ ജീവിക്കാൻ വിടും, അതിൽ തന്നെ മഹാഭൂരിപക്ഷം ദുരിതത്തിൽ ജീവിക്കുന്നത്, എന്നിട്ട് അവരെ ഒരു സ്വർഗത്തിലേക്ക് കൊണ്ട് നേരെ അങ്ങ് മനുഷ്യനെ സ്വർഗത്തിൽ ഉണ്ടാക്കിയാൽ പോരെ? അല്ല, സ്വർഗത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയല്ല മനുഷ്യനുണ്ടാക്കിയിട്ടുള്ളത്. മനുഷ്യനുണ്ടാക്കിയതിന് ഇവിടെ പർപ്പസ്ഫുള്ളിയാണ് മനുഷ്യനിവിടെ ഉണ്ടാക്കിയത്. മനുഷ്യനുണ്ടാക്കിയത് സ്വർഗത്തിൽ കൊണ്ടുപോകാനോ നരകത്തിലിടാനോ കരിക്കാനോ പൊരിക്കാനോ ഒന്നല്ല. മനുഷ്യരിവിടെ ഉണ്ടാക്കിയത് ഈ ഹരിതാഭമായ ഈ ഗോള സംവിധാനം ഉണ്ടല്ലോ, ഈ ഗോള സംവിധാനത്തെ ഭംഗിയായി നിലനിർത്തുന്നതിനും ഇവിടെയുള്ള ജീവജാലങ്ങളെ പരിപാലിക്കുന്നതിനും നമ്മൾ വിചാരിക്കുന്നുണ്ട് നമ്മളാണ് കേന്ദ്രമെന്ന്. അല്ല, ഈ ഭൂമിയിൽ ഈ പിന്നെ ഒട്ടനവധി ജീവജാലങ്ങളും സസ്യലതാദികളും ഇതിൻ്റെ ഏറ്റവും ഉയർന്ന രൂപമൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. ഇപ്പോൾ നിങ്ങൾ ഒരു കെട്ടിടം ഉണ്ടാക്കണമെങ്കിൽ ആ കെട്ടിടം ഉണ്ടാക്കുന്നതിന് നിങ്ങൾ കുറേ ആൾക്കാരെ സെലക്ട് ചെയ്ത് നിങ്ങളവിടെ നിർത്തുമല്ലോ.
അവർക്ക് അവരുടേതായ ഡ്യൂട്ടികൾ കൊടുക്കും. ഇതുപോലെ മനുഷ്യർക്ക് മനുഷ്യരുടേതായ ഒരു ഡ്യൂട്ടി ഉണ്ട്. മാലാഖമാരെ പോലെ, ഈ ലോകത്തുള്ള ഉറുമ്പുകളെ പോലെ, കീടങ്ങളെ പോലെ, ബാക്ടീരിയ പോലെ ഒരു ജീവിവർഗമാണ് മനുഷ്യൻ. അവൻ്റെ ഡ്യൂട്ടി അവൻ കൃത്യമായിട്ട് ചെയ്തൊരു കുഴപ്പമില്ല. അതിൽ നിന്ന് വ്യത്യാസം വരുത്തുമ്പോഴാണ് സെൽഫിഷ്നെസ് എന്ന് പറയുന്ന ഒരു സംഗതി. എന്താണ് മനുഷ്യന്റെ ഡ്യൂട്ടി? ഇമാറത്തുല്ലാർന്ന് 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് ഇബാദത്തല്ലേ? അല്ല, ഇമാറത്തുല്ലാർന്ന് ഇബാദത്തല്ല. അല്ല, എന്തൊക്കെയാ നമ്മള് പറഞ്ഞ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അതെ അതെ. ഈ ഇബാദത്ത് എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നത് പോലെ ഈ നിസ്കരിച്ചു കൂട്ടലല്ല, മറിച്ച് എന്താണ് ഇബാദത്ത്? ഇബാദത്ത് എന്ന് പറയുന്നത് ഈ പ്രകൃതി വ്യവസ്ഥയ്ക്ക് അനുസൃതമായി നിലകൊള്ളുക എന്നുള്ളതാണ്. ഈ ലോകത്ത് ഒരുപാട് ബഷീർ പറഞ്ഞതുപോലെ ജീവിതം തന്നെ പ്രാർത്ഥനയാക്കി മാറ്റലാണ് ഇബാദത്ത്. അല്ലാതെ കുറച്ചു നേരം പ്രാർത്ഥിക്കലല്ല, ജീവിതത്തെ തന്നെ നീണ്ട ഒരു പ്രാർത്ഥനയാക്കി മാറ്റുക. എന്നിട്ട് ഈ ലോകത്ത് ജീവിക്കുന്ന പുല്ലുകൾക്കും പുഴുക്കൾക്കും പൂമ്പാറ്റകൾക്കും ഉറുമ്പുകൾക്കും ഒക്കെ ഒരു പീഡ ഇറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകുള്ളിൽ നിൻ തിരുമൈ വിട്ടകലാത ചിന്തയും എന്ന് നാരായണ ഗുരു അനുകമ്പാദശകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഉറുമ്പിനും പോലും പീഡയില്ലാതെ ജീവിക്കാനുള്ള ഒരു സാധ്യതയായി മാറും. മനുഷ്യൻ്റെ സർവൈവൽ ഹിസ്റ്ററിക്കെതിരല്ല. ഇപ്പം ഇവിടെ ഭക്ഷണം കഴിക്കാനേ ദീപങ്ങളീ പറഞ്ഞ പീഡയൊക്കെ ആവശ്യമല്ലേ? നമ്മൾ മനുഷ്യനെ ഇപ്പം ഇതിലൊരെന്ന് വെച്ചാൽ മനുഷ്യൻ രൂപപ്പെട്ട് വന്ന സാഹചര്യം നമ്മൾ വേട്ടയാടി, അങ്ങനെയാണ് മനുഷ്യൻ രൂപപ്പെട്ടത്. അത് കഴിഞ്ഞിപ്പോൾ നമ്മൾ പോത്തിനറുത്ത് ഇപ്പങ്ങളീ പറഞ്ഞ ഒരു ഉറുമ്പിനെ പോലും മനുഷ്യൻ വളരുകയല്ലേ. നമ്മൾ പച്ചിറച്ചി എന്നൊരു കാലം ഉണ്ടായിരുന്നു അല്ലേ? നമ്മൾ പിന്നെ മാനിനെ വേട്ടയാടിയിട്ട് അതിൻ്റെ തൊലി ഉരിഞ്ഞിട്ട് നമ്മൾ വസ്ത്രം എടുത്തൊരു കാലം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ നമ്മൾ മാറിയില്ലേ? നമ്മളിപ്പോൾ വസ്ത്രം ആരെയും ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് വസ്ത്രം ഉണ്ടാക്കാൻ കഴിയുന്നില്ലേ? അപ്പോൾ ഇപ്പോൾ നമ്മൾ മാറി. നമ്മൾ ഇനി കുറച്ചും കൂടി കഴിയുമ്പോൾ നമുക്ക് മാംസം എന്ന് പറയുന്നത് നമുക്കൊരു ജീവിയെയും അറുക്കാതെ നമുക്ക് നമ്മുടെ ലാബുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന മാംസം കഴിക്കാൻ കഴിയും. മനുഷ്യൻ വളരെ അല്ല, മാംസം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ പറയുന്നത് പീഡയില്ലാതെ മാംസം കഴിക്കുന്ന ഒരു തെറ്റായ സംഗതിയല്ല. ഞാൻ പറയുന്നത് മനുഷ്യൻ വളരുകയാണ്. മനുഷ്യൻ അതിനനുസരിച്ച് ബുദ്ധിയുണ്ട്. ഒരാളെ ബുദ്ധിമുട്ടിക്കാതെയും മറ്റൊന്നിനെ വേദനിപ്പിക്കാതെയും നമുക്ക് വളരെ സമൃദ്ധമായിട്ട് തന്നെ നമുക്ക് പിന്നെ ബ്രോസ്റ്റും ഒക്കെ കഴിക്കാവുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് മനുഷ്യൻ വളരുകയാണ്. അപ്പം നമുക്ക് കൊല്ലേണ്ടി വരില്ല. അപ്പം നമ്മുടെ ഈ ഹരാരി പറയുന്നുണ്ട്, മനുഷ്യൻ്റെ ഏറ്റവും ഉയർന്നൊരു അവസ്ഥ എന്ന് പറയുന്നത് ഒരാളെയും വേദനിപ്പിക്കാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു ലോകമാണ്. അപ്പോൾ അടുത്തൊരു ചോദ്യം അതൊക്കെ ഈ മലക്കുകളെ കുറിച്ചും അതേപോലെ ജിന്ന് വംശം ഉണ്ടോ? തീർച്ചയായും. ആരാണ് ജിന്ന്? ബാക്ടീരിയയാണ് തീർച്ചയായിട്ടും. പക്ഷേ ഒരു പാരലൽ സൂക്ഷ്മജീവികൾ, മനുഷ്യൻ എന്ന് പറയുന്നത് പിന്നെ സ്ഥൂലജീവികളും ജിന്നെന്ന് പറയുന്നത് സൂക്ഷ്മജീവികൾ. ഈ ലോകത്ത് 2 ജീവികളേ ഉള്ളൂ, ഒന്ന് സൂക്ഷ്മജീവികൾ, ഒന്ന് സ്ഥൂലജീവികൾ. ബാക്കിയുള്ള ജീവികളൊക്കെ മനുഷ്യന്റെ കൂട്ടത്തിൽ. തീർച്ചയായിട്ടും അവരൊക്കെ ഇബാദത്താണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ജിന്ന് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? ഈ സൂക്ഷ്മ ബാക്ടീരിയ മാത്രമേ ഉള്ളൂ? ബാക്ടീരിയ അല്ല, സൂക്ഷ്മജീവികൾ എന്ന് വെച്ചാൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ കഴിയാത്ത കോടിക്കണക്കിന് സൂക്ഷ്മജീവികളുണ്ട് നമുക്ക്. ഞാൻ ഈ പറയുന്നത് റൂമി കേൾക്കുന്നതും റൂമി പറയുന്നത് ഞാൻ കേൾക്കുന്നതിനും ഇവിടെയുള്ള ഒരുപാട് സൂക്ഷ്മജീവികളുടെ പ്രവർത്തന ഫലമായിട്ടാണ്. നമ്മൾ വായുവിൻ്റെ വായു വെറുതെ അല്ലല്ലോ, വായു സജീവമാണ്. ആക്റ്റീവായിട്ടുള്ള വായു വേണം. ആക്റ്റീവായിട്ടുള്ള വായു ഇല്ലെങ്കിൽ നമുക്ക് ഇത് സഞ്ചരിക്കില്ല, ഈ വേവ് ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ ഒരുപാട് ജീവികൾ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലോകത്തുള്ള ഈ സൂക്ഷ്മജീവികളാണ് ഇതൊക്കെ നിലനിർത്തുന്നത്. നമ്മൾ വിചാരിക്കുന്ന സ്ഥൂലജീവികൾക്ക് മാത്രമേ ഇവിടെ എന്തൊക്കെയോ ഉള്ളൂ, നല്ല സൂക്ഷ്മജീവികളാണ്. ഇപ്പോൾ ഒരു ശവം ഭൂമിയിൽ വെക്കുമ്പോഴേക്ക് അത് ഇല്ലാതായി പോകുന്നില്ലേ? അതെങ്ങനെയാണ്? അപ്പോൾ ഞാൻ ചോദിക്കണത്, അപ്പം നബി ഇവർക്കും ഉള്ള പ്രവാചകനായിരുന്നു എന്നൊക്കെ പറയണതോ? എല്ലാ പ്രവാചകന്മാരും പ്രകൃതി ഒരു ജീവിവർഗത്തിലേക്ക് മാത്രമല്ല. അതുകൊണ്ടാണ് പ്രവാചകന്മാർ മുഴുവനും ഈ എല്ലാ ജീവജാലങ്ങളോടും സംവദിക്കാൻ അവർക്ക് കഴിയുന്നത്. സുലൈമാൻ നബി ഉറുമ്പുകളോട് സംസാരിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. അത് എനിക്ക് നിങ്ങൾക്കൊക്കെ സാധിക്കും. പക്ഷേ നമ്മൾക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനെയൊക്കെ പ്രാപിക്കാൻ കഴിയുന്നതിനപ്പുറത്ത് ശത്രുക്കളായി കണക്കാക്കുന്നതുകൊണ്ട് നമുക്കത് സാധിക്കാതെ പോവുകയാണ്. അപ്പോൾ എല്ലാ പ്രവാചകന്മാരും ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കൾക്കും വേണ്ടിയുള്ള പ്രവാചകന്മാരാണ്. മനുഷ്യരെ അവർ പഠിപ്പിക്കുന്നു, പക്ഷേ മറ്റതിനെ പഠിപ്പിക്കുകയല്ല, അവരോട് കാരുണ്യപൂർവ്വം വർത്തിക്കുന്നു. ഇങ്ങനെയാണ് വ്യത്യാസമുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ഈ ഇപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞു സ്ത്രീകളായ പ്രവാചകന്മാരുണ്ടായിരുന്നു നിങ്ങൾ പറഞ്ഞു. തീർച്ചയായിട്ടും. അതിന് നിങ്ങൾ എന്തോ ഒരു ആയത്തോതി അതിന് പേരോട് പറഞ്ഞ മറുപടി ഞാൻ കേട്ടു. എന്താണ് അതിന് മറുപടി? അത് നഹ്ലി എന്ന് പറയുന്നു. എപ്പോഴും ഇവരുടെയൊക്കെ ഒരു കോമഡി എന്ന് പറയുന്നത് ഭാഷയിലെ പ്രാഥമികമായ ഈ ജനങ്ങളെ പറ്റിക്കാൻ ഈ വാചക കസർത്ത് കൊണ്ട് കഴിയല്ലോ. ഈ ആക്കിൽ കയറ് ആക്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഭാഷയിൽ പ്രയോഗമുണ്ട്. അപ്പം നമ്മൾ ആക്കിലിനെ കുറിച്ച് പറയുമ്പോൾ കൈറു ആക്കിലിനെ അവിടെ ഉപമയായിട്ട് പറയാൻ പാടില്ല. ഞാൻ പറഞ്ഞത് എത്രയാണ്? ഔഹൈന ഇല മൂസ, ഔഹൈന ഇല ഉമ്മി മൂസ. 2 വാക്കുകൾ. മൂസയ്ക്ക് നാം വഹി നൽകി, മൂസയുടെ ഉമ്മയ്ക്ക് നാം വഹി നൽകി.
അവിടെ മൂസയ്ക്ക് നാം വഹി നൽകി എന്ന് പറഞ്ഞതിനെ ബോധനമെന്നും മൂസയുടെ ഉമ്മയ്ക്ക് വഹി നൽകി എന്ന് പറഞ്ഞതിനെ തോന്നലെന്നും പറയാനുള്ള കാരണം എന്താണ്? ഞാൻ ഇതാണ് ചോദിച്ചത്. അവിടെ ഗൈറു ആക്കലിനെ കൊണ്ടുവരാൻ പാടില്ല. ഗൈറു ആക്കലിൻ്റെ നിയമം തന്നെ വ്യത്യസ്തമാണ് ഭാഷയിൽ. ഇത് രണ്ട് ആക്കിലായ ആളുകൾ, ഒരാൾക്ക് ഒരേ പദം ഉപയോഗിച്ചു. മൂസയ്ക്ക് വഹി നൽകി എന്ന് പറഞ്ഞപ്പോൾ അത് വഹിയാണെന്നും ബോധനമാണെന്നും മൂസയുടെ ഉമ്മയ്ക്ക് അത് ഇൽഹാമാണെന്നും തോന്നലാണെന്നും പറയാനുള്ള കാരണം എന്ത്? ഞാൻ ഇത്രേ ചോദിച്ചുള്ളൂ. അത് സ്ത്രീയായിരുന്നു. അപ്പോൾ സ്ത്രീകളായ പ്രവാചകന്മാരുണ്ട്. തീർച്ചയായിട്ടുണ്ട്. ഹവ്വ പ്രവാചകയാണ്, നമുക്കറിയാവുന്നവരാണ് ഞാൻ പറയുന്നത്, അറിയാത്ത അനേകം ഉണ്ട്. മറിയം പ്രവാചകയാണ്. മൂസാ നബിയുടെ കൂടെ ഉണ്ടായിരുന്ന ഫറോവയുടെ ഭാര്യയായ ആസിയ പ്രവാചകയാണ്. പിന്നെ ഹാജറ പ്രവാചകയാണ്. ഖുർആനിൽ പറയപ്പെട്ടവരാണ്. അതുപോലെ മറിയം ബീവിയുടെ ഉമ്മയായ ഹന്ന അള്ളാഹുമായിട്ട് നേർക്കുവരെ സംസാരിച്ചിട്ടുണ്ട്, ആശയവിനിമയം നടത്തിയതായിട്ട് ഖുർആൻ പറയുന്നുണ്ട്. ഹന്ന പ്രവാചകയാണ്. പിന്നെ അതിൽ ഇങ്ങനെ വന്നാൽ പിന്നെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല ഒരു നമ്മൾ. അപ്പോൾ ഇത് തന്നെ മതിയല്ലോ. ഇവരൊക്കെ അള്ളാഹുമായിട്ട്. മറിയം ബീവിയുടെ ഒക്കെ കഥ പറയുന്നിടത്ത് പ്രവാചകനായ സക്കരിയ അത്ഭുതപ്പെട്ടു. പിന്നെ ഫലമ്മ ദഖല അലൈഹ സക്കരിയൽ മെഹ്റാബ വജദ ഇൻദഹാ റിസ്ഖ ഖാല അന്നാ ലക്കി ഹാദ ഖാലത്ത് ഹാദ മിൻ ഇൻദില്ലാ. അപ്പോൾ മറിയം ബീവിയുടെ ജ്ഞാനകരിമ, അവിടെ ഭക്ഷണ റിസ്ക് എന്ന് പറയുമ്പോൾ റിസ്ക്കാണെന്ന് വിചാരിക്കരുത് കേട്ടോ, അവിടെ റിസ്ക് എന്ന് പറയുന്ന ജ്ഞാനമാണ്. അപ്പം മറിയമിൻ്റെ അടുത്തേക്ക് പിന്നെ സക്കരിയ വരുമ്പോൾ സക്കരിയ എന്ന് പറയുന്ന പ്രവാചകനെ പോലും അത്ഭുതപ്പെടുത്തുന്ന ജ്ഞാനകരിമ ഉണ്ടായപ്പോൾ ഇതൊക്കെ എങ്ങനെ കിട്ടി എന്ന് ചോദിക്കുമ്പോഴേക്കും ഇതൊക്കെ അല്ലാഹ് തന്നതാണ് എന്ന് പറയുന്ന ഒരു പ്രവാചകയ്ക്കല്ലാതെ എങ്ങനെ പറയാൻ കഴിയുക? അവിടെ സക്കരിയ പ്രവാചകനും സക്കരിയയെ അത്ഭുതപ്പെടുത്തിയ ജ്ഞാനത്തിൻ്റെ സ്രോതസ്സായിട്ടുള്ള മേരി പിന്നെ പ്രവാചകല്ല എന്ന് പറയാൻ അത് അസാധാരണമായ ദൈവ നിഷേധം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഇനി അടുത്തത് അള്ളാഹു. ആരാണ് മൗലവിക്ക് അള്ളാഹു? എങ്ങനെയാണ് ഖുർആൻ വിശദീകരിക്കുന്ന നമ്മുടെ നാട്ടിൽ ലഭ്യമായ മാർക്കറ്റിൽ അള്ളാഹുവിനെ എനിക്കറിയാം. മൗലവിൻ്റെ ഞാൻ അള്ളാഹു എന്ന് പറയുന്നത് ഇതൊരു പിന്നെ വലിയ ചോദ്യമാണ്. അതിന് വലിയ ഉത്തരവും വേണ്ടതുണ്ട്. പിന്നെ നമുക്ക് ഇത് അവസാനിപ്പിക്കാൻ പോകണമല്ലോ. അവസാനിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞത് അള്ളാഹുവിനെ വിശദീകരിക്കുക. അതെ അതെ. അതിൽ എനിക്കുള്ള എൻ്റെ ഒരു ദൈവസങ്കല്പം എന്ന് പറയുന്നത് ഖുർആനിലെ ദൈവസങ്കല്പമാണ്. ഞാൻ ഖുർആനിൽ നിന്നാണ് ദൈവത്തെ പഠിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റൊരു സ്രോതസ്സ് ദൈവത്തെ മനസ്സിലാക്കാൻ വേണമെന്ന് ഇന്നേ വരെ തോന്നിയിട്ടില്ല. ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ദൈവം എന്ന് പറയുന്നത് അരൂപിയായ, സർവ്വവ്യാപിയായ, സർവജ്ഞനായ, ഒരു നാമത്തിലും ഒതുങ്ങാത്ത, അള്ളാഹ് എന്ന പേര് പോലും അറബിയിലുള്ളൊരു പേര് മാത്രമാണ്. അനാമികയായ, നാമം ഒരിക്കലും ഒരു നാമത്തിൽ ഒതുക്കാൻ കഴിയാത്ത അനാമികയായ ഒരു സർവശക്തിയെക്കുറിച്ചാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഒരു ദൈവം എന്ന് പറയുന്നത്. അത് പിന്നെ കാരുണ്യ സ്വരൂപമാണ്, സ്നേഹസ്വരൂപമാണ്. പിന്നെ ഒരു തരത്തിലുള്ള ദൗർബല്യങ്ങളും ബാധിക്കാത്ത, ദൗർബല്യങ്ങളില്ലാത്ത. അപ്പോൾ അള്ളാഹുവിൻ്റെ സിഫത്തുകളാണ് നിങ്ങൾ പറയുന്നത്. അതെ. ലിംഗം ഒരിക്കലും അല്ല. നിങ്ങൾക്ക് അഗ്നിയുടെ ലിംഗം ഏതാണ്? അഗ്നിയുടെ ലിംഗം ഏതാണ്? വെള്ളത്തിൻ്റെ ലിംഗം ഏതാണ്? വായുവിൻ്റെ ലിംഗം ഏതാണ്? അത് തീർച്ചയായിട്ടും അങ്ങനെയല്ലേ പറ്റുള്ളൂ. ഒരു ഭാഷയിൽ പറയുമ്പോൾ ഭാഷയിൽ രണ്ട് ശബ്ദങ്ങളേ ഉള്ളൂ, ഒന്നുകിൽ പുല്ലിംഗം അല്ലെങ്കിൽ സ്ത്രീലിംഗം. ഇത് ഒരു ഭാഷയുടെ പരിമിതിയാണ്. അത് എന്ന് പറഞ്ഞാൽ പോരെ. ഇറ്റ് എന്ന് പറയും. അത് പിന്നെ ഇനായത്തുള്ള ഖാൻ്റെ ഇറ്റ് എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. ഇറ്റ് എന്ന് പറയുന്നത് നാരായണ ഗുരു പറയുന്നുണ്ട്. പിന്നെ ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്ക് പോലുള്ള നിന്നിൽ അസ്പന്ദമാകണം എന്ന് പറയുന്നുണ്ട്. അത് ഭാരതീയ സങ്കല്പത്തിൽ അങ്ങനെയുണ്ട്. നേതി പറയുന്നുണ്ട്. അതല്ലാത്തത് അതല്ല. അള്ളാഹ് എന്ന് പറയുന്ന അർത്ഥം എന്താണെന്നറിയോ? അൽ ഇലാഹു എന്നാണ്. ഇലാഹെന്നല്ല, അതൊക്കെ ഈ ഭാഷയിൽ പറയുന്നതാണ്. അതിൽ 3 ശബ്ദങ്ങളവിടെ. അൽ ലാഹു, അത് അല്ലാത്തത്, അതല്ലാത്തത്. അത്, ഇത്, അവൻ, ഇവൾ എന്ന് പറയാൻ കഴിയാത്ത ഒന്നേതോ അതാണ്. അവിടെ നിന്നാണ് ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ 1, 2, 3, 4 എന്നെണ്ണിയിട്ട് എണ്ണം അവസാനിച്ചാലും ബാക്കിയാകുന്ന അസ്തിത്വമേതോ അതാണ് ദൈവം എന്ന് പറയുന്നത്. കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം എന്ന് ഖുർആൻ പറയുന്നത്. അപ്പോൾ എല്ലാം ഒടുങ്ങിയാലും ഒടുങ്ങാത്ത ഒന്നുണ്ട്, ഒരു ഉണ്മ, ഒരു സത്യം. ആ സത്യം ഒരു മതത്തിൻ്റെതല്ല, ഒരു ജാതിയുടേതല്ല, ഒരു ലിംഗത്തിൻ്റെതല്ല. എല്ലാ ജാതിയുടെയും മതത്തിൻ്റെയും അതീതമായിട്ട് ഈ പ്രപഞ്ചത്തെ മൊത്തം കാരുണ്യം കൊണ്ടും സ്നേഹം കൊണ്ടും പൊതിഞ്ഞിരിക്കുന്ന ഒരു ശക്തി. അത് ഭഗവാനാണ്, ഈശ്വരനാണ്, കർത്താവാണ്, അള്ളാഹുവാണ്. അപ്പോൾ അതിലൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പം അങ്ങനെ ഒരു ഇപ്പം ഈ കാരുണ്യം എന്നൊക്കെ പറയണ അള്ളാഹു അങ്ങനെ ഉണ്ടെങ്കിൽ
അങ്ങനൊരു സംഗതി നമ്മുടെ നാട്ടിൽ കാണുന്നില്ലല്ലോ. ഇപ്പൊ മനുഷ്യ ജീവിതം എന്തു ദുരിതപൂർണമാണ്. ഇപ്പൊ ലോകത്തെ 700 കോടി ജനങ്ങൾ ഒരു മഹാഭൂരിപക്ഷം ദാരിദ്ര്യത്തിൽ കഴിയുന്നു. ഞാൻ റൂമിയോട് ചോദിക്കട്ടെ, മനുഷ്യരെന്ന് പറയുന്നത് ഈ ലോകത്ത് മറ്റ് ജീവജാലങ്ങളെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ എണ്ണത്തിൽ മാത്രമുള്ള ആളുകളാണ്. 800 കോടി മനുഷ്യരാണ് ഈ ലോകത്തുള്ളത്. അതിൽ കൂടുതലുള്ള വേറെ ജീവജാലം ഉണ്ടോ? പിന്നെ നിങ്ങൾ പക്ഷികളെ നോക്കൂ, മത്സ്യങ്ങൾ നോക്കൂ. സ്പീഷീസ് മത്സ്യങ്ങൾ മത്തി, നമ്മൾ ഒരു ദിവസം കഴിക്കുന്ന മത്തി മനുഷ്യരുടെ മൊത്തം എണ്ണത്തെക്കാളും കൂടുതൽ ഒരു ദിവസം കഴിക്കുന്ന മത്തി. ചാള, ഈ മത്തിക്കൊന്നും ഒരു ദാരിദ്ര്യം ഇല്ലല്ലോ, ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലല്ലോ. ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലല്ലോ. എന്താ കാര്യം എന്നറിയോ? ഇവിടെ മനുഷ്യർക്ക് ഒരു ദാരിദ്ര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മുടെ രാഷ്ട്രീയ വ്യവസ്ഥ, നമ്മുടെ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം ലോകത്ത് ഉണ്ടാക്കിയിട്ടുള്ളത് ഉള്ളവന് എന്നുള്ള ഒരു തലം കൈവന്നു. അപ്പോൾ നമ്മൾ വാരിക്കൂട്ടാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ശേഖരണ വിതരണ വ്യവസ്ഥയിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി. അതുകൊണ്ടാണ് ഇവിടെ ദാരിദ്ര്യം ഉണ്ടാകുന്നത്. നമ്മുടെ നഗരങ്ങളാണ് ചേരികൾ ഉണ്ടാക്കുന്നത്. ചേരി, നമ്മൾ ഡൽഹിയിൽ, ഞാനിപ്പോൾ ഇത് ഇന്നലെ ഡൽഹിയിൽ നിന്ന് വന്നതേ ഉള്ളൂ. നമുക്ക് നമ്മുടെ കണ്ണ് നിറയുന്ന കാഴ്ചയുണ്ട്. നമ്മുടെ അവിടുത്തെ കുട്ടികൾ പിന്നെ ഇപ്പോഴത്തെ ആ പൊല്യൂട്ടഡ് ആയിട്ടുള്ള അന്തരീക്ഷത്തിൽ അവർ ഈ വേസ്റ്റിൽ നിന്നൊക്കെ സാധനങ്ങൾ പെറുക്കി കൊണ്ടുപോകുന്ന കാണുമ്പോൾ ആരുണ്ടാക്കി അവരെ? അത് ദൈവത്തിൽ അല്ലല്ലോ, മനുഷ്യൻ നമ്മളുണ്ടാക്കുന്ന ഒരു വ്യവസ്ഥയുടെ ഇരകളായി ഇവിടെയുള്ള കുഞ്ഞുങ്ങളും ഇവിടെയുള്ള മനുഷ്യരും മാറുന്നുവെങ്കിൽ അത് നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും അതിൽ ഒരു ഇടപെടലും ഇല്ല. ദൈവം എന്ന് പറയുന്നത് പന്ത് തട്ടി തന്നു, ഇനി നിങ്ങൾ കളിച്ചോളണം. പന്ത് തട്ടി ഉദ്ഘാടനം ചെയ്തു തന്നു, ഇനി നിങ്ങൾ കളിക്കണം. ഇനി ആ പന്ത് തട്ടിയ ആളുടെ കുറ്റവും പറഞ്ഞിട്ട് നിങ്ങളിവിടെ നിൽക്കരുത്, കളി നിങ്ങളുടേതാണ്. അപ്പം നീതി നടപ്പിലാക്കാനാണ് മനുഷ്യൻ കേൾപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അത് നടപ്പിലാക്കാതെ ഇവിടെ ഒരു വിഭാഗം, നമ്മുടെ രാജ്യങ്ങളൊക്കെ ഭരിക്കുന്ന ആർക്ക് വേണ്ടിയാണ് ഇന്ത്യ ഭരിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് കേരളം ഭരിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് അമേരിക്ക എന്നൊക്കെ ചോദിച്ചാൽ യുദ്ധപ്രഭുക്കൾക്ക് വേണ്ടി, ആയുധ നിർമ്മാതാക്കൾക്ക് വേണ്ടി, അദാനിക്ക് വേണ്ടി, അംബാനിക്ക് വേണ്ടി, ഇവർക്ക് വേണ്ടിയാണ്. ലോകം മുഴുവനും ഭരിക്കപ്പെടുന്നത് ഇങ്ങനെ കുറച്ച് ആളുകൾക്ക് വേണ്ടിയാണ്. അവർക്ക് വേണ്ടിയാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മൾ വിചാരിക്കും ഇവിടെ പാർലമെൻറ്റിൽ MP-മാർ കൈയടിക്കുന്നത് നമുക്ക് വേണ്ടിയാണെന്നല്ല. അവിടുത്തെ ഓരോ ചോദ്യങ്ങളും, ആ ഓരോ ചോദ്യങ്ങളുടെയും പിന്നിൽ കൃത്യമായൊരു പൊളിറ്റിക്സ് ഉണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളിലൊന്നും ദൈവത്തിന് ഒരു പങ്കുമില്ല. അപ്പം ഈ ആളുകൾ ജനിക്കുക മരിക്കുന്നതിൽ മാത്രം അല്ല, ഈ പ്രകൃതി മനുഷ്യർ മാത്രമാണ് ഈ ലോകത്തുള്ളത്. ഞാൻ പറയുന്നത് ഈ പ്രപഞ്ചത്തിലുള്ള വ്യവസ്ഥയെ മൊത്തം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നതിൽ മനുഷ്യൻ മാത്രം എന്തുകൊണ്ട് ദുരിതാനുഭവിക്കുന്നു? നമ്മൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ഇവിടെ ഒരു പിന്നെ ബുദ്ധിയില്ല അല്ലെങ്കിൽ വിവേകമില്ല എന്ന് പറയുന്ന ഈ ഒരു ചാള പോലും പട്ടിണി കിടന്ന് ചത്തുപോകുന്നില്ല. ഒരു ചാള പോലും ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കുന്നില്ല. ഒരു ചാളയുടെയും ജാതി ചോദിക്കുന്നില്ല. അത് വളരെ ഹാപ്പിയായി ജീവിക്കുന്നു. നമ്മൾ പിടിച്ച് നമ്മുടെ പറചട്ടിയിൽ എത്തുമ്പോഴും അവർ ഹാപ്പിയാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ് ഇവിടെയുള്ള ദുരിതങ്ങളും ദുഃഖങ്ങളും പട്ടിണികളും ഒക്കെ. ഒരു പങ്കുമില്ല, തീർച്ചയായിട്ടും ആളുകൾ കൊല്ലപ്പെടുന്നതിലും ഒരു പ്രശ്നമില്ല. അപ്പം അള്ളാഹുവിൻ്റെ സഹായത്തെ അത് ഏത് ഘട്ടത്തിലാണ്? അതേതാ ഈ നസ്ർ എന്ന് പറയുന്നത്? നമ്മൾ ഭൗതിക സഹായമാണെന്ന് വിചാരിച്ചിട്ടല്ലേ? ഭൗതിക സഹായമല്ല, അത് ജ്ഞാന സഹായമാണ്. ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ്, ജ്ഞാനമാണ്. ദൈവത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏക സഹായം, ഭൗതികമായ ഇടപെടൽ എന്ന് പറയുന്നത് ജ്ഞാനമാണ്. ജ്ഞാനത്തിലൂടെ മാത്രമാണ്. അല്ലാതെ നിങ്ങൾ ഒരു പ്രവാചകനെ കുത്തി നോക്കൂ, അദ്ദേഹം അപ്പം മരിക്കും. നബീന്റെ ജീവിതത്തിൽ തന്നെ പല്ല് പൊട്ടിയില്ല, അപ്പം മരിക്കും. ഒരു പ്രവാചകന് വിഷം കൊടുത്തു നോക്കും, മുഹമ്മദ് നബി വിഷം കൊടുത്തു വന്നതല്ലേ? അപ്പോൾ അതൊക്കെ നമുക്ക് പറയാനുണ്ട്. ഇന്ന് അതൊന്നും ചോദിച്ചേക്കല്ലേ കേട്ടോ. എനിക്ക് യാത്ര ഡീറ്റെയിലായിട്ട് പോകാൻ വേണ്ട സമയമല്ല. ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പം ഈ അള്ളാഹു തന്നെ വേണമെന്ന് എന്തിനാണ് മൗലവി വാശി പിടിക്കണേ? കാരണം അല്ലില എല്ലാ ദൈവവും, ഇപ്പം ലോകത്ത് പറയുന്ന എല്ലാ മതങ്ങളും ഒന്നാണെന്നല്ലേ ഇപ്പം നിങ്ങൾ പറയുന്നത്? അല്ല, എല്ലാ വേദങ്ങളും, എല്ലാ ദൈവം, ഇപ്പം എല്ലാവരും പറയുന്ന ദൈവവും ഏറെക്കുറെ ഒന്നാണ് എന്നാണ്. ഏറെക്കുറെ അല്ല, കൃത്യമായിട്ട് ഒന്നാണ്. അങ്ങനെ പറയുന്നതിൽ വ്യത്യാസങ്ങളില്ല, ഒന്നുമില്ല. പിന്നെ നിങ്ങൾ ഈ ഇസ്ലാം എന്നുള്ള ഇവര് മാർക്കറ്റിലുള്ള സാധനത്തിൽ നിങ്ങൾ വാശി പിടിച്ച് നിൽക്കണത് അല്ല. ഞാൻ അവർ പറയുന്ന ഇസ്ലാമിലല്ലോ നിൽക്കുന്നത്. ഞാൻ പറയുന്നത് മുഹമ്മദ് നബിയുടെ ഇസ്ലാമിലാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ അത് മുഹമ്മദ് നബിയാണ്. അത് മുഹമ്മദ് റസൂൽ എന്ന് പറയുന്ന ഈ ക്ലീശയൊന്നുമല്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിങ്ങനെയൊക്കെ പറയാൻ എനിക്ക് ആർജവം നൽകിയത് മുഹമ്മദ് നബിയാണ്. ഞാൻ റൂമിയുടെ മുന്നിൽ ഇങ്ങനെ ഇരുന്ന് പറയുന്നത്, ഈ ആശയം എനിക്ക് നൽകിയത്. അതുകൊണ്ട് എൻ്റെ ഒന്നാമത്തെ ഗുരു ആരാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം ഞാൻ പറയും മുഹമ്മദ് നബിയാണ്. ഇപ്പോൾ അള്ളാഹുവും മുഹമ്മദ് നബി എൻ്റെ മുന്നിൽ ഒന്നിച്ച് പ്രത്യക്ഷപ്പെട്ടാൽ ഞാൻ മുഹമ്മദ് നബിയെ വണങ്ങിയിട്ട് അള്ളാഹെ നോക്കുകയുള്ളൂ. കാരണം ഇത് അള്ളാഹുവാണെന്ന് എന്നെ പഠിപ്പിച്ചതെന്ന് മുഹമ്മദ് നബിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ മനുഷ്യനോട് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മേൽ ചാർത്തപ്പെട്ട മുദ്രകളെ, അദ്ദേഹത്തിൻ്റെ മേൽ എഴുതപ്പെട്ടിരിക്കുന്ന ഈ വൃത്തികേടുകളെ മാറ്റിവെക്കുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ദൗത്യമാണെന്ന് ഞാൻ തീർച്ചയായിട്ടും ഞാൻ കാണുന്നു. അതുകൊണ്ട് തന്നെ
ഞാൻ മുഹമ്മദ് നബിയിലും മുഹമ്മദ് നബി പഠിപ്പിച്ച അധ്യാപനങ്ങളിലും മരിക്കുന്നത് വരെ ഊന്നി നിന്നുകൊണ്ടാണ് ഞാനിത് പറയുക. അതിൽ നിന്ന് ആർക്കും എന്നെ തടയാനൊന്നും കഴിയില്ല. പക്ഷേ അതോടൊപ്പം തന്നെ ഞാൻ പറയും, അതുപോലെ ആചാര്യനാണ് ശ്രീനാരായണ ഗുരു, അതുപോലൊരു ആചാര്യനാണ് ശങ്കരാചാര്യർ, അതുപോലൊരു ആചാര്യനാണ് വാഗ്ഭടാനന്ദൻ, അതുപോലൊരു ആചാര്യനാണ് യേശു, ബുദ്ധൻ. ഇവരെയൊക്കെ ആ ആചാര്യ പദവിയിൽ തന്നെ ഞാൻ കാണുന്നു. അതോടൊപ്പം എൻ്റെ ഗുരു എന്നുള്ള നിലയ്ക്ക് ഞാൻ മുഹമ്മദ് നബിയെ എപ്പോഴും ഓർക്കുകയും വണങ്ങുകയും ചെയ്യും. ഈ അള്ളാഹുവിനെ യുക്തിഭദ്രമായി എങ്ങനെ ഒരിക്കലും യുക്തിയിൽ ഒതുങ്ങുന്ന ഒരു പ്രതിഭാസമല്ല അള്ളാഹ്. അപ്പം അള്ളാഹുവിനെ യുക്തിഭദ്രമായി അവതരിപ്പിക്കണമെന്ന് ഒരിക്കലും ഇല്ല. അത് നമ്മൾ ഏത് വിശ്വാസത്തെയാണ് നിങ്ങൾ യുക്തിഭദ്രമായി അവതരിപ്പിക്കുക? ഞാൻ ചോദിക്കുന്നു, ഈ ലോകത്ത് മനുഷ്യന്മാരെല്ലാവരും ഒരാൾ അച്ഛാന്ന് വിളിക്കുന്നുണ്ടല്ലോ, അല്ലേ? DNA ടെസ്റ്റ് ചെയ്തിട്ടൊക്കെ നോക്കിയാണോ വിളിക്കുന്നത്? അല്ല അല്ല അമ്മയുള്ള വിശ്വാസമല്ലേ? അമ്മ പറയുന്നു ഇയാളാണ് മോനെ നിൻ്റെ അച്ഛൻ, അല്ലേ? DNA ടെസ്റ്റൊക്കെ ഇപ്പോൾ വന്നതല്ലേ? അപ്പോൾ ഈ ലോകത്തുള്ള കൊടാനുകൂടി മനുഷ്യന്മാർ അവരുടെ പിന്നെ എല്ലാ സാധ്യതകളെയും മാറ്റിവെച്ചുകൊണ്ട് അച്ഛ എന്നൊരാളെ വിളിക്കുന്നെങ്കിൽ, മോനെ എന്ന് വിളിക്കുന്നെങ്കിൽ, മോളെ എന്ന് വിളിക്കുന്നെങ്കിൽ, ഒരു സ്ത്രീയുള്ള വിശ്വാസമല്ലേ ഈ ലോകത്തെ ചലിപ്പിക്കുന്നത്? അതിനൊക്കെ വളരെ പിന്നെ പ്രൂവായിട്ടുള്ള എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ? പ്രൂവായിട്ടുള്ള ഇല്ലല്ലോ, എവിഡൻസ് ഇല്ലല്ലോ. ഉണ്ടാക്കാം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിൽ എത്ര ആൾക്കാർ അങ്ങനെ ഉണ്ടാക്കിയിട്ട് വിളിക്കുന്നുണ്ട്? അപ്പോൾ വിശ്വാസമാണ് ഈ ലോകത്ത് നിലനിർത്തുന്നത്. അത് ദൈവത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും വിശ്വാസം തന്നെയാണ് നിലനിർത്തുന്നത്. അപ്പോൾ അള്ളാഹുവിനെ ഒരു യുക്തിഭദ്രമായി അവതരിപ്പിക്കുക എന്നുള്ളതൊന്നും ഒരിക്കലല്ല. ഞാൻ യുക്തിവാദിയേ അല്ല എന്ന്, ഞാൻ യുക്തിവാദി അല്ലെന്ന് മാത്രമല്ല, യുക്തി എന്ന് പറയുന്നത് വളരെ പരിമിതമാണെന്നും അതുകൊണ്ട് ഒരു കാര്യവും നടക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഈ ഖുർആനിലും അള്ളാഹുവിലുള്ള മൗലവിന്റെ വിശ്വാസം തന്നെ മൂഢമാണ്. ഐ മീൻ അതായത് ബ്ലൈൻഡാണ്. അതിനൊരു ഇല്ല. ഞാൻ അതിലൊന്നും മൗലവിയുടെ ഒരു വ്യത്യാസമുള്ളത് ചരിത്രപരമായ സംഗതികളിലാണ്. ചരിത്രമല്ല, ഞാൻ ഇതിനൊക്കെ ഇപ്പം ദൈവത്തിലുള്ള വിശ്വാസത്തെ പോലും ഞാൻ മൂല്യമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് വാല്യൂസ് എൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പിന്നെ എൻ്റെ ഞാൻ കൺസിഡർ ചെയ്യുന്നൊരു സമൂഹത്തിന് ഡിഫർ ചെയ്യൂല ഓരോ കാലഘട്ടത്തിന്. തീർച്ചയായിട്ടും വാല്യൂസിൽ മാറ്റമില്ല. ഇപ്പം സത്യം എന്ന് പറയുന്ന വാല്യൂവിൽ മാറ്റില്ല. സത്യത്തിൻ്റെ പ്രകടനങ്ങളെ മാത്രമേ വാല്യൂ ഒരിക്കലും മാറുന്നില്ല. അത് സനാതനമാണ്. എല്ലാ വാല്യൂവും സനാതനമാണ്. സനാതനം എന്നൊക്കെ പറയുമ്പോൾ വേറെ ഒന്നും വിചാരിക്കേണ്ട കേട്ടോ. അപ്പോൾ എല്ലാ വാല്യൂവും സനാതനമാണ്. പക്ഷേ വാല്യൂ എന്ന് പറയുന്നതിനെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൽ അല്ലതിനെ എക്സ്പ്രസ് ചെയ്യുന്നതിൽ വ്യത്യാസങ്ങളുണ്ടാകാം. അപ്പോൾ പിന്നെ അച്ഛനെ ബഹുമാനിക്കണം അല്ലെങ്കിൽ എന്ന് നമ്മൾ പറയുമ്പോൾ കഴിഞ്ഞ നമ്മുടെ തലമുറയ്ക്ക് മുമ്പുള്ള തലമുറയെ അച്ഛൻ്റെ മുന്നിൽ നിൽക്കരുത് എന്നായിരുന്നു. അച്ഛനോട് വർത്തമാനം പറയരുത്. ഇന്ന് അച്ഛനെ ബഹുമാനിക്കണം എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ കൂടെ കൈയിട്ട് പിന്നെ തിയേറ്ററിലേക്ക് പോകുന്ന ഒരു അപ്പോൾ അത് ആ മൂല്യത്തിലൊരു വ്യത്യാസമില്ല. പക്ഷേ അത് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ മൂല്യങ്ങൾ എപ്പോഴും സനാതനമാണ്. ഇനി ഇത് നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു വിഷയം, നിങ്ങൾ ഷിയാണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം ഞാനിവിടെ ഷിയായിസത്തെ കുറിച്ചൊരു സാധനം എൻ്റെ ചാനലിൽ ചേർത്തിരുന്നു. ഷിയാണെന്ന് പറയുന്നതിനോടുള്ള പ്രതികരണം, ഷിയായിസത്തെ കുറിച്ചുള്ള അഭിപ്രായം. ഞാൻ ഒരിക്കലും ഷിയല്ല. ഞാൻ ഷിയല്ല എന്ന് പറയുന്നത് ഇവിടുത്തെ സുന്നികൾ പേടിച്ചിട്ടൊന്നുമല്ല. കാരണം ഷിയായിസം അങ്ങനെ അംഗീകരിക്കപ്പെടേണ്ടുന്ന ഒരു ഇസമാണെന്ന് എനിക്ക് തോന്നാത്തത് കൊണ്ടാണ്. സുന്നിസത്തേക്കാൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയുന്ന മുആവിയൻ മതത്തേക്കാൾ എന്തോ മെച്ചപ്പെട്ടൊരു സാധനമാണ് ഷിയായിസം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതേ സ്ഥാനത്ത് തശയ്യുഴ മുന്നോട്ട് വെക്കുന്ന പല സിദ്ധാന്തങ്ങളോടും എനിക്ക് ഷിയിസം, അഹ്ലുസുന്നത്ത് എന്ന് പറയുന്ന പോലെയാണ് തശയ്യു എന്ന് പറയുന്നത്. തശയ്യു മുന്നോട്ട് വെക്കുന്ന പല സിദ്ധാന്തങ്ങളും അഹ്ലുസുന്നത്തിനേക്കാൾ ആകർഷണീയമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഫിലോസഫി. ഈ സുന്നികൾ പറയുന്നത് മുഴുവനും ഫിഖ്. ഈ അഹ്ലുസുന്നത്തിൻ്റെ കിതാബുകൾ മുഴുവനും ഫിഖാണ്. ഇസ്ലാമിൽ ഫിലോസഫി കൊണ്ടുവന്നതാരാ? ഇമാം ഗസാലി, പേർഷ്യനാണ്. സുന്നി പണ്ഡിതനാണ്. പേർഷ്യൻ, ഞാൻ പറയുന്നത് പേർഷ്യയിൽ നിന്നാണല്ലോ. ഈ അവർക്ക് അവരുടെയൊക്കെ സ്രോതസ് ഇതാണ്, തശയ്യുവാണ്. ഇമാം പിന്നെ നമ്മുടെ മൊഹീദ്ദീൻ ഷെയ്ഖ് ആരാണ്? റാസി ആരാണ്? ഇതൊക്കെ ആ ഭാഗത്തു നിന്ന് വന്നവരാണ്. അത് പേർഷ്യക്കുള്ള ലോകത്തിനുള്ള സംഭാവന, പേർഷ്യ ഇസ്ലാമിന് ചെയ്ത സംഭാവന ഓക്കെ. പക്ഷെ ഈ തശയ്യു എന്ന് പറയുന്ന തശയ്യു എന്ന് പറയുന്ന ആ വിശ്വാസധാരയോട് എനിക്ക് ഒട്ടും ആഭിമുഖ്യമില്ല. അതേ സ്ഥാനത്ത് മുആവിയയോടുള്ള വിയോജിപ്പാണ് ഇങ്ങനെ ചിലപ്പോൾ പറയാനുള്ള ഒരു കാരണം അല്ലേ? ആ മുആവിയയോടുള്ള വിയോജിപ്പ് അഹ്ലുബൈത്തിനോട്, മുആവിയയോട് മാത്രമല്ല അഹ്ലുബൈത്തിനോട് ഈ അഹ്ലുസുന്നത്ത് എന്ന് പറയുന്ന ഈ ടീം ചെയ്ത, എനിക്ക് റസൂലിനോടുള്ള മഹബത്താണ് ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനം. റസൂലിനോടും റസൂലിൻ്റെ കുടുംബത്തോടും ഈ അഹ്ലുസുന്നത്ത് എന്ന് പറയുന്ന മുആവിയൻ ടീമും അതിനുശേഷം വന്ന അബ്ബാസി ടീമും ഒക്കെ ചെയ്ത ക്രൂരതകൾ സമാനതകളില്ലാത്തതാണ്. ഒരുപക്ഷെ ലോകത്ത് ഇന്ന് ഒരു കുടുംബവും അത്രമാത്രം വേദനകൾ അനുഭവിച്ചിട്ടുണ്ടാവില്ല. അത് റസൂലിൽ നിന്ന് തുടങ്ങുന്നുണ്ട്. റസൂൽ പോയിസൺ പിന്നെ കൊടുത്തിട്ടാണ് റസൂലിനെ കൊല്ലുന്നത്. ഫാത്തിമ ബീവിയെ ചുട്ടുകൊന്നു, പിന്നെ ഹസനെ കൊന്നു, ഹുസൈനെ കൊന്നു. അതൊക്കെ ചരിത്രമാണ്. നമുക്ക് ഇന്നത്തെ അത് അമവികൾ തന്നെയാണ്. അതൊക്കെ നമുക്ക് പറയേണ്ട സംഗതികളുണ്ട്. അത് ബുഖാരിയിൽ അടക്കം
പിന്നെ റസൂൽ പോയസനേറ്റിട്ടാണ് മരിച്ചതെന്ന് പറയുന്നുണ്ട്. ഏത് ഹദീസ്? റസൂലിൻ്റെ പിന്നെ എന്നിട്ട് പറയും 5 കൊല്ലം മുമ്പ് ഖൈബറിൽ കഴിച്ച വിഷാണെന്ന് പറയും. അതിന് അവർ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് അപ്പോൾ കൊടുത്താണെന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് പറയാം. ഞാൻ പറയുന്നത് പ്രവാചകനോടുള്ള മഹബത്താണ് എന്നെ ഈ അർത്ഥത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് റസൂലിനെയും റസൂലിൻ്റെ കുടുംബത്തെയും ആക്രമിച്ച, അവരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിച്ച ആരോടും എനിക്ക് യാതൊരു തരത്തിലുള്ള പ്രതിബദ്ധതയില്ല. അവരെ ഒരിക്കലും ന്യായീകരിക്കാൻ പിന്നെ വരരുതെന്നാണ് എൻ്റെ പ്രാർത്ഥന. അതൊക്കെ ഹദീസ്, ഇവരുണ്ടാക്കി വെച്ച ഹദീസല്ലേ. ഏത് ഹദീസ്? പിന്നെ അലിയിനോട് യുദ്ധം ചെയ്ത മുആവിയാണോ സഹാബി? ഫാത്തിമയെ കൊന്ന ആളുകളാണോ സഹാബി? ഹസനെയും ഹുസൈനെയും കൊന്നവരാണോ സഹാബി? അപ്പോൾ ഏത് സഹാബിയെക്കുറിച്ചാണ് പറയുന്നത്? അപ്പോൾ അവിടെയൊക്കെ ചോദ്യങ്ങളുണ്ട്, നമുക്കത് പറയാം, വിശദമായിട്ട് പറയാം. അപ്പോൾ ഷീസത്തെക്കുറിച്ചുള്ള ചോദ്യം, ഞാൻ ഷീയല്ല, അതേ സ്ഥാനത്ത് എനിക്ക് സുന്നികളോടുള്ളതിനേക്കാൾ ഒട്ടും ഒരു സ്നേഹക്കുറവ് അവരോടില്ല. ഇറാൻ ഞാൻ സന്ദർശിക്കാറുണ്ട്, ഇറാനിൽ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെങ്ങനെയാണ് കാണുന്നത്? എന്നെ അവർക്കറിയാം ഞാൻ ഷിയയല്ല എന്ന് അവർക്ക് നന്നായിട്ടറിയാം. അപ്പം നിങ്ങളിപ്പോൾ അവരുടെ വിശ്വാസത്തിനും എതിരാണല്ലോ നിങ്ങൾ മദ്ഹബുകൾ. പക്ഷേ ഈ ഷീസത്തെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഗതം ചെയ്യുന്നവരാണ് അവർ. നല്ല സംവാദാത്മകതയുള്ളവരാണ്, സംവാദശേഷിയുള്ളവരാണ്. ഇപ്പോൾ അവരുടെ കോളേജുകളിലൊക്കെ പോയിട്ട് നമുക്ക് സംവദിക്കുമ്പോൾ അവരുടെ വിശ്വാസങ്ങളെ നമുക്ക് ചോദ്യം ചെയ്യുന്നതിന് അവർ അങ്ങനെ തെറി വിളിക്കുകയോ ചൂടാവുകയൊന്നുമില്ല. അവർ അക്കാദമികമായിട്ട് വിജ്ഞാനപരമായ തലത്തിൽ അതിനെയൊക്കെ അവരെടുക്കും. സംവാദത്തിന് എപ്പോഴും ഒരു ഇടം കൊടുക്കുന്നവരാണ് ഷിയാക്കൾ. ഇനി ഒറ്റ അവസാനത്തെ ചോദ്യം, തസവൂഫിനെ കുറിച്ച്. അതാണല്ലോ ഇപ്പം നിങ്ങളൊരു തസവൂഫുമായി ബന്ധപ്പെട്ട് എന്താണ് അഭിപ്രായങ്ങൾ? നല്ല ചോദ്യമാണ് ഇത്, നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റിയൊരു ചോദ്യം കൂടിയാണ്. തസവൂഫിന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കള്ളിയിൽ എന്നെ ചേർത്ത് നിർത്തണമെന്നുണ്ടെങ്കിൽ അത് സൂഫി കള്ളിയിൽ മാത്രമേ ചേരുള്ളൂ, ഞാൻ നിൽക്കുള്ളൂ. ഞാൻ നിൽക്കുള്ളൂ. ഞാൻ സുന്നിയല്ല, ഷീയല്ല, മറ്റേതെങ്കിലും ഒരു വിഭാഗത്തിൽ എന്നെ പെടുത്തരുത്. ചേകന്നൂരുമല്ല. ഞാൻ പെടുന്നുണ്ടെങ്കിൽ അത് തസവൂഫിലാണ്. പക്ഷേ നിലവിലുള്ള ഈ തരീക്കത്തുകൾ തസവൂഫാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് ശരീഅത്തിൻ്റെ മറ്റൊരു വകഭേദമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിലെ ആചാരങ്ങളും സമ്പ്രദായങ്ങളും ഒക്കെയാണ്. തസവൂഫ് എന്ന് പറഞ്ഞാൽ തികഞ്ഞ ജ്ഞാനപരതയാണ്, അത് തസ്കിയത്താണ്. അപ്പോൾ തസവൂഫിൻ്റെ ആ ഒരു തസ്കിയത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയുക എന്ന് പറയുന്നത് അത് ഇമാം മൗലാന റൂമിയൊക്കെയാണ് എനിക്കതിൽ റോൾ മോഡൽ. ജ്ഞാനപരതയുടെ ഒരാകാശം തീർത്ത് തരുന്ന, നമുക്ക് നമ്മെ പൂർണ്ണമായിട്ടും സ്വതന്ത്രമാക്കി വിടുന്ന, ഒരു ബാധ്യതകളും നമ്മിൽ അടിച്ചേൽപ്പിക്കാത്ത, ആചാരബന്ധനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഒരു ജ്ഞാനപരതയുടെ ഒരു സ്വാതന്ത്ര്യം തരുന്ന ഒരു തലമാണ് തസവൂഫിൻ്റെത്. അത് ദീർഘമായി പറയേണ്ടതുണ്ട്. തസവൂഫിനെ കുറിച്ച് ഞാൻ ചില പ്രഭാഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഖുത്ബയും അതേ സംബന്ധിച്ചുള്ളതായിരുന്നു. തസവൂഫ് എന്ന് പറയുന്നത് ശരീഅത്തിനെ നിഷേധിക്കലൊന്നുമല്ല, പക്ഷേ ശരീഅത്തിൻ്റെ അപ്പുറത്തേക്ക് കടക്കലാണ്, ചാടലാണ്. അത് അപ്പുറത്തേക്ക് കടക്കലാണ്. നിങ്ങളൊരു പുഴ കടക്കുന്നതിന് ശേഷം വീണ്ടും നിങ്ങൾ തോണിയിലിരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാര്യമായ തകരാറുണ്ടെന്നാണ് വിചാരിക്കേണ്ടത്. അപ്പോൾ ശരീഅത്ത് എന്താണ് അത് നമുക്കിനിയും പറയാം. നമുക്ക് അവസാനിപ്പിക്കാം. സന്തോഷം. ഇതൊരു തുടരണം, നമുക്ക് തീർച്ചയായിട്ടും ചർച്ചയുടെ ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഒരു മാറ്റത്തിനുള്ള ഒരു പോസിറ്റീവ് വൈബായി മാറട്ടെ. അതോടൊപ്പം എനിക്ക് ഒരു പറയാനുള്ളത്, ഞാൻ മുസ്ലിങ്ങൾക്കിടയിൽ മാത്രം പിന്നെ അങ്ങനെയല്ല. എൻ്റെ ഈ സന്ദേശം ഞാൻ വിചാരിക്കുന്നത് മതത്തിൻ്റെ വക്താക്കളായിരിക്കുന്ന എല്ലാവർക്കുമുള്ള ഒരു സന്ദേശമാണ്. ഞാൻ ഈ മുസ്ലിങ്ങളോട് പറയുന്നത് ക്രിസ്ത്യാനികൾക്കും ബാധകമാണ്, ഹിന്ദുക്കൾക്ക് ബാധകമാണ്. എൻ്റെ മതം എന്ന് പറഞ്ഞ് നിൽക്കുന്ന എല്ലാ ശുദ്ധിവാദത്തിൻ്റെ ആളുകൾക്കും ഉള്ള ഒരു സന്ദേശമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. വെൽക്കം.